അധ്യായത്തിൻ്റെ പേര് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. ഗ്രഹമെന്നാൽ ഇംഗ്ലീഷിൽ പ്ലാനറ്റ് അല്ലേ? ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. ഇതിൻ്റെ മുമ്പത്തെ അധ്യായം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സൂര്യൻ്റെ ചലനങ്ങൾ. സൂര്യൻ്റെ ചലനങ്ങൾ. ഈ അഞ്ചാമത്തെ അധ്യായം, അഞ്ചാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ദി യൂണിവേഴ്സ്, നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ ആകൃതി, എങ്ങനെയാണ് ഈ പ്രപഞ്ചം സ്ഥിരീകരിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നിയേക്കാം ഇതെല്ലാം നമുക്കെന്തിനാണ് അല്ലേ? നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ഭക്തന്മാരാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാനും 4 യമനിയമങ്ങൾ പാലിക്കാനും കൃഷ്ണപ്രസാദം മാത്രം കഴിക്കുവാനും കല്യാണ സദ്യയിൽ ആഹാരം കഴിക്കാതിരിക്കുവാനും അല്ലേ? വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാതിരിക്കുവാനും ശ്രീമദ് ഭാഗവതം മുതലായ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത മുതലായ ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും വായിക്കുവാനുമല്ല, പഠിക്കുവാനും. അങ്ങനെ സരളമായ കുറച്ച് കാര്യങ്ങൾ. ഇത് സരളമാണോ ഇതൊക്കെ ഈ കലികാലത്തിൽ? നമ്മൾ ടി വി ഇട്ട് കണ്ടാൽ എന്ത് തോന്നും? ആദ്യം അക്ഷരത്തിൽ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ന്യൂസ് ഓടിക്കൊണ്ടിരിക്കും. ഉള്ള ജപവും കൂടെ നിർത്തിയിട്ട് അത് കേൾക്കാൻ നമ്മൾ തുടങ്ങും. അതാണ് കലികാലം എന്ന് പറയുന്നത്. അതുകൊണ്ട് സരളമായ കാര്യങ്ങൾ പോലും കലികാലത്തിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ അഞ്ചാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആകൃതിയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ഒരു ഭക്തന് ഇതൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് 12 സ്കന്ധങ്ങൾ ഉള്ളവയാണ് അല്ലേ? 12 സ്കന്ധങ്ങൾ ഉള്ളതാണ് ശ്രീമദ് ഭാഗവതം. പ്രഭുപാദ് എങ്ങനെയാണ് 12 സ്കന്ധങ്ങളെ വിഭജിച്ചിരിക്കുന്നത്? ആദ്യത്തെ 2 സ്കന്ധം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങൾ, 2 പാദങ്ങളാണ് ആദ്യത്തെ 2 സ്കന്ധം എന്ന് പറയുന്നത്. ഒരു ഭക്തന്റെ ചിരകാല ആശയാണ് എന്താണ്? എങ്ങനെയെങ്കിലും നമ്മൾ ശ്രീകൃഷ്ണന്റെ പാദപദ്മങ്ങളിൽ ചെന്നടയുക. നമുക്ക് ഭക്തിയുത സേവനം ശ്രീകൃഷ്ണ പാദങ്ങളിൽ, ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരുടെ, പരിശുദ്ധ ഭക്തന്മാരുടെ പാദപദ്മങ്ങളിൽ നമുക്കൊരു ഭക്തിയുത സേവനം ലഭിക്കണമേ എന്നതാണ് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ഉദ്ദേശം തന്നെ. നമ്മളുടെ ഹൃദയത്തിൽ ആഴമായി കിടക്കുന്ന പല അനർത്ഥങ്ങളെയും മാറ്റി നമുക്ക് ഭക്തിയുത സേവനം ചെയ്യുവാൻ നിരന്തരം ഇടവഴി ഇല്ലാതെ ഉറങ്ങുമ്പോഴും നമ്മളുടെ സ്വപ്നത്തിലും ചിന്താഗതിയിലും എന്താണ് ഓടേണ്ടത്? ശ്രീകൃഷ്ണന്റെ സ്മരണയും ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരുടെ സ്മരണയുമാണ് ഓടേണ്ടത് എന്ന് ഭാഗവതം മാത്രമല്ല, എന്താണ് പർസൺ ഭാഗവതം, ആൾ ഭാഗവതവും പുസ്തകം ഭാഗവതവും ആവർത്തിച്ച് നമുക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ ആദ്യത്തെ 2 സ്കന്ധം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളാണ്. എന്നോട് ചോദിക്കരുത് ഏത് ഇടത് കാലാണോ ആദ്യത്തെ സ്കന്ധം, വലതേ കാലാണോ രണ്ടാമത്തെ സ്കന്ധം എന്ന് ചോദിക്കരുത്. അങ്ങനെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പാതാരവിന്ദങ്ങളാണ് ആദ്യത്തെ 2 സ്കന്ധം. ഏതൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഈ 2 സ്കന്ധങ്ങൾ നന്നായി പഠിച്ചുവോ, നന്നായി വായിച്ചുവോ അല്ല, നന്നായി പഠിച്ചുവോ, ആ വ്യക്തിക്ക് എന്താണ് പരമഗതി, അതായത് കൃഷ്ണലോകത്തിലേക്ക്, ഗോലോകത്തിലേക്ക് പ്രവേശനം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ ഉടനെ നമുക്ക് തോന്നും എന്തുകൊണ്ട് ഈ 5-ാമത്തെ അധ്യായം ഭാഗവതം ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു? ആദ്യത്തെ സ്കന്ധവും 2-ാമത്തെ സ്കന്ധവും ആവർത്തിച്ച് 2-ാമത്തെ സ്കന്ധത്തിലെ അവസാനം വരുമ്പോൾ വീണ്ടും ആദ്യത്തെ സ്കന്ധം തുടങ്ങി ആവർത്തിച്ച് തിരിച്ച് 2-ാമത്തെ സ്കന്ധത്തിന്റെ അവസാനം വരുമ്പോൾ തിരിച്ചും ആവർത്തിച്ച് പോയാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് 3-ാമത്തെ സ്കന്ധം? എന്തുകൊണ്ടാണ് ഈ കഷ്ടപ്പെട്ട 5-ാമത്തെ സ്കന്ധം? എന്തുകൊണ്ടാണ് ദശമസ്കന്ധം? എന്തുകൊണ്ടാണ് 12-ാമത്തെ സ്കന്ധം? സംശയങ്ങൾ വന്നേക്കാം.
അപ്പോൾ നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത്, എങ്ങനെയാണോ കുന്തിദേവി തൻ്റെ പ്രാർത്ഥനയിൽ നമപങ്കജനാഭായ നമപങ്കജമാലിനെ നമപങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയെ, എങ്ങനെയാണോ കുന്തിദേവി നമുക്ക് പഠിപ്പിക്കുന്നത്, കുന്തിദേവി നമസ്തേ പങ്കജാംഗ്രയെ നമസ്തേ പങ്കജാംഗ്രയെ എന്ന് പറഞ്ഞ് 4 തവണ പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ ഭാഗവതം നമുക്ക് 2 സ്കന്ധം മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. എന്താണ് കുന്തിദേവി എന്താണ് പറയുന്നത്? ആദ്യം ഞാൻ വണങ്ങുന്നത് എവിടെയാണ്? നമപങ്കജനാഭായ, ശ്രീകൃഷ്ണന്റെ നാഭിയിലേക്ക് ഞാൻ വണങ്ങുകയാണ്. എന്തുകൊണ്ട് ആദ്യം നാഭിയിൽ തുടങ്ങുന്നു? ശ്രീകൃഷ്ണന്റെ അച്ഛന്റെ സഹോദരിയാണ് കുന്തിദേവി, വസുദേവന്റെ സഹോദരിയാണ് കുന്തിദേവി. അപ്പോൾ കുന്തിദേവി നമ്മളുടെ സാമൂഹ്യ തലത്തിൽ എന്താണ്? മൂത്തവളാണ്. ശ്രീകൃഷ്ണനെ കാട്ടിൽ മൂത്തവളാണ് കുന്തിദേവി. പക്ഷേ കുന്തിദേവി വിചാരിക്കുകയാണ്, ശ്രീകൃഷ്ണൻ ഞാൻ ആദ്യം കാല് മുതലേ തുടങ്ങാനാണ് എനിക്കിഷ്ടം, തൃപ്പാദങ്ങൾ മുതൽ തുടങ്ങാനാണ് എനിക്കിഷ്ടം, പക്ഷേ കൃഷ്ണൻ അത് സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കണ്ണുവെക്കുന്നത് കൃഷ്ണന്റെ നമപങ്കജനാഭായ നമപങ്കജമാലിനെ, നമ്മളുടെ ശ്രീകൃഷ്ണന്റെ നെഞ്ചത്തേക്ക് അടുത്ത് നമസ്കാരം പറയുന്നത് കൃഷ്ണന്റെ മാലിനി. മാലിനി എന്ന് പറഞ്ഞാൽ മാല ഇടുന്ന സ്ഥലം, നെഞ്ച്. നമപങ്കജനേത്രായ, പിന്നെയാണ് കണ്ണിലോട്ട് പോകുന്നത്. നമസ്തേ പങ്കജാംഗ്രയെ, അവസാനം പറയുന്നത് പാദപത്മങ്ങളിൽ ഞാൻ നമിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ഭക്തന്മാരും ആചാര്യന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. 1-ാമത്തെയും 2-ാമത്തെയും സ്കന്ധത്തിൽ നമ്മളുടെ പഠിത്തം നിർത്തുകയാണെങ്കിൽ അത് ശ്രീകൃഷ്ണനെ നമ്മൾ പൂർണ്ണമായും സേവിക്കാൻ പറ്റാത്ത രീതിയിലാകും. അതുകൊണ്ടാണ് എല്ലാ ഭാഗവത സ്കന്ധങ്ങളും നമ്മൾ പഠിക്കുവാൻ വേണ്ടി പ്രയത്നം എടുക്കണം. നമുക്ക് മനസ്സിലായോ ഇല്ലയോ വേറെ പക്ഷം, പക്ഷേ പഠിക്കുവാൻ നമ്മൾ എപ്പോഴും പ്രയത്നം എടുക്കണം. അപ്പോൾ പാദപത്മങ്ങൾ ആദ്യത്തെ 2 സ്കന്ധം, പിന്നെ ഉള്ളത് കാലുകൾ അല്ലെങ്കിൽ തൊട എന്ന് പറയുന്നതാണ് 3-ാമത്തെ സ്കന്ധം 4-ാമത്തെ സ്കന്ധം. പിന്നെ ഇടുപ്പ്, അര അല്ലെങ്കിൽ നാഭി ഭാഗം, അതാണ് 5-ാമത്തെ സ്കന്ധവും 6-ാമത്തെ സ്കന്ധവും. പിന്നെ നെഞ്ച് 7ഉം 8ഉം. 9, 10 എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ മുഖമണ്ഡലമാണ്. 11-ാമത്തെ സ്കന്ധം 12-ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ആ തിരുമുടിയെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ നമസ്കാരങ്ങൾ, നമ്മളുടെ വിനീതമായ നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ക്രമേണ പാദപത്മങ്ങളിൽ തുടങ്ങി ശ്രീകൃഷ്ണന്റെ ശിരസിലോട്ടാണ് പോകേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ശ്രീകൃഷ്ണനെ ഇവിടെ ദർശനം ചെയ്യേണ്ടത് എന്ന് ഈ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദ്യം പോയവണ്ണെ ശ്രീകൃഷ്ണന്റെ മുഖമണ്ഡലത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, ആദ്യം നോക്കേണ്ടത് ശ്രീകൃഷ്ണന്റെ പാദപത്മത്തിൽ. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന്റെ പാദപത്മത്തിൽ ആരാണുള്ളത്? ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരാണ് ശ്രീകൃഷ്ണന്റെ പാദപത്മത്തിലുള്ളത്. അതുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ്? നമ്മളുടെ ഇടത്തെ അറ്റം ഉള്ള നമ്മളുടെ ഗുരുമഹാരാജിന്റെ പടത്തിൽ, അവിടെയാണ് നമ്മളുടെ ആദ്യത്തെ കണ്ണു പോകേണ്ടത്. നമ്മളുടെ ദർശനം ആദ്യം പോകേണ്ടത് ഇടത്തെ അറ്റമുള്ള ശ്രീകൃഷ്ണന്റെ ദാസാണുദാസൻ എന്ന് പറയുന്ന നമ്മളുടെ ഗുരുമഹാരാജാവിന്റെ അടുക്കിലേക്കാണ്, അദ്ദേഹത്തിന്റെ ചരണത്തിലോട്ടാണ് നമ്മളുടെ ദർശനം ആദ്യം പോകേണ്ടത്. അല്ലാതെ നേരെ വന്ന് നമ്മൾ നടുക്ക് നിന്ന് ശ്രീകൃഷ്ണന്റെ മുഖമണ്ഡലത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഭാഗവതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം അല്ല എന്ന് കുന്തിദേവിയും ആചാര്യന്മാരും പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ സ്കന്ധം ഈ പ്രപഞ്ചത്തിന്റെ വർണ്ണനം അതിനെക്കുറിച്ച് പറയുകയാണ്. ഈ 5-ാമത്തെ സ്കന്ധത്തില് 22-ാമത്തെ അധ്യായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? എന്തിന്റെ ഭ്രമണപഥമാണ്? ഗ്രഹങ്ങളുടെ ഭ്രമണപഥമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മുമ്പത്തെ അധ്യായം 21-ാമത്തെ അധ്യായം എന്താണ് പറഞ്ഞത്? സൂര്യന്റെ ചലനങ്ങൾ അല്ലെങ്കിൽ സൂര്യന്റെ ഭ്രമണപഥത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സയന്റിസ്റ്റ് ആണോ? നമ്മൾ ആസ്ട്രോണമേഴ്സ് ആണോ? ബഹിരാകാശ ഗവേഷണം ചെയ്യുന്ന വ്യക്തികളാണോ ഭക്തന്മാർ? ആവശ്യമില്ല, ചെയ്യണമെന്ന് ആവശ്യമില്ല. പക്ഷേ എന്താണ് ആവശ്യം? ശ്രീകൃഷ്ണന്റെ ഈ സൃഷ്ടി
നമ്മൾ ഇത് മനസ്സിലാക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ കേൾക്കുവാൻ, ശ്രവണം ചെയ്യുവാൻ പ്രയത്നമെടുക്കണം. എന്ത് അത്ഭുതമാണ് ഈ ശ്രീകൃഷ്ണന്റെ സൃഷ്ടി, അല്ലേ? നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തന്മാരോടും ഭക്തന്മാരല്ലാത്തവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും വിഷമവുമാണ്. ഈ പ്രപഞ്ചത്തിൽ വെറും ഒരു അണുവായ വ്യക്തി മാത്രമാണ് നമ്മൾ സാധാരണ ഒരു പൊടി പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, അല്ലേ? മമൈവ അംശം, എൻ്റെ ചെറിയ പാർട്ട് ആൻഡ് പാർസലാണ് എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നു. എന്താണ് ആത്മാവ് എന്ന് പറയുന്നത്? വെറും ഒരു തവിട് പൊടിയാണ് എന്നാണ് പറയുന്നത്. ആ തവിട് പൊടിക്കാണ് എന്താണ് 100ഓളം കംപ്ലൈന്റ് ഉള്ളത്. ഈ ഭക്തൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, ഈ മാതാജി എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രഭു എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിഷമത്തിലാണ്, എൻ്റെ വീട്ടുകാർ ഇങ്ങനെ പറഞ്ഞു, എന്നെ അയാൾ റോഡിൽ പോകുമ്പോൾ എന്നെ തെറി വിളിച്ചു, എന്നെ ഓവർടേക്ക് ചെയ്തത് മാത്രമല്ല എന്നെ തെറി വിളിച്ചിട്ടും പോയി. ഇതൊക്കെയാണ് നമ്മളുടെ വിഷമങ്ങൾ. പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു വ്യാപകത്വത്തിൽ നമ്മൾ വളരെ തവിട് പൊടിയാണ്. നമ്മൾ ഒന്നും തന്നെയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സൃഷ്ടിയുടെ ഈ സ്ട്രക്ചറിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ എന്തുമാത്രം ചെറിയ വ്യക്തിയാണെന്ന് നമുക്ക്, നമ്മളുടെ പ്രശ്നങ്ങൾ എന്തുമാത്രം ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളുടെ ഹൃദയം വികസിക്കും. നമുക്ക് മറ്റുള്ളവരോട് എല്ലാവരുടെയും ഹൃദയത്തിൽ ആരുണ്ട്? ശ്രീകൃഷ്ണൻ പരമാത്മാ സ്വരൂപത്തിലുണ്ട്, അല്ലേ? എന്താണ് ശ്ലോകം? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനം അപോഹനം ച വേദൈശ്യ സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിത് ഏവ ച അഹം. എല്ലാവരുടെ ഹൃദയത്തിലും ആരാണ് സ്ഥിതി ചെയ്യുന്നത്? ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇരിക്കുന്ന ഹൃദയത്തിൽ ആ വ്യക്തിയെ നമ്മൾ ആദരിക്കണം. ഇതാണ് ഉത്തമാധികാരിയുടെ മനോനില എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉത്തമാധികാരിക്ക് ഒരിക്കലും മറ്റുള്ള വ്യക്തികളോട് ദ്വേഷമോ സൗഹൃദമോ സന്തോഷമോ അതീവ സന്തോഷമോ അതീവ ദേഷ്യമോ അല്ലെങ്കിൽ അതീവമായ ഹേട്രഡ്, ഹേട്രഡിന് എന്താണ് പറയുന്നത്? വെറുപ്പല്ലേ? വെറുപ്പുമില്ലാത്തത് ഉത്തമാധികാരികൾക്ക്. അതുപോലെ കൃഷ്ണനും നമേ ദ്വേഷോസ്തിന പ്രിയ, അല്ലേ? ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? എനിക്ക് ആരോടും ദ്വേഷവുമില്ല, വളരെയധികം സ്നേഹവുമില്ല. അത് പരമാത്മാവിൻ്റെ ഫംഗ്ഷനാണ്. നമ്മളുടെ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിൻ്റെ ഫംഗ്ഷൻ എന്താണ്? നമേ ദ്വേഷോസ്തിന പ്രിയ. എനിക്ക് ആരോടും ദ്വേഷവുമില്ല, എനിക്ക് ആരോടും സ്നേഹവും അപരിമിതമായ സ്നേഹവുമില്ല. അത് പരമാത്മാവാണ്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഭക്തന്മാരോട് പ്രത്യേകം സ്നേഹമാണുള്ളത്. പരമാത്മാ സ്വരൂപത്തിൽ അതെല്ലാം ന്യൂട്രലാണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ അറിയേണ്ടത്? ഈ സൃഷ്ടിയുടെ അത്ഭുതം നമ്മൾ അറിയണം. ദ്രുതകർമ്മ പ്രഭു എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരിയുണ്ട്, ഒരു മുതിർന്ന ശ്രീ പ്രഭുപാദന്റെ ശിഷ്യൻ. അദ്ദേഹം ഒരു സയന്റിസ്റ്റും കൂടെയാണ്. ഒരുപാട് പുസ്തകങ്ങൾ, ഫോർബിഡൻ ആർക്കിയോളജി എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ കമ്പോസ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്? എന്തുകൊണ്ട് നമ്മൾ 5-ാമത്തെ സ്കന്ധം പഠിക്കണം എന്നുള്ളതിൻ്റെ റീസൺ, 5-ാമത്തെ സ്കന്ധം പഠിക്കുന്നതിൻ്റെ റീസൺ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? നമ്മൾ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അല്ലേ? എന്താണ് ആ 3 കാര്യങ്ങൾ? മുഖ്യമായ 3 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ആരാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഈ ശരീരമല്ല. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ശരി, ഞാൻ ആത്മാവാണ്. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെയാണ്? ആദ്യം സംബന്ധജ്ഞാനം അറിയണം. സംബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രീകൃഷ്ണന്റെ വിഭിന്നാംശമായ ആത്മാവാണ്. ഞാൻ ഈ ഭൗതിക ശരീരമോ മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ അല്ല, മിഥ്യാഹങ്കാരമോ അല്ല.
ഞാൻ ശ്രീകൃഷ്ണന്റെ ദാസനായ വിഭിന്നാംശമായ ആത്മാവാണ്, ആത്മസ്വരൂപനാണ്, രൂപമുള്ള വ്യക്തിയാണ്. അല്ലാതെ ഞാൻ വെറും പ്രകാശം മാത്രമല്ല. അതാണ് ആദ്യത്തെ സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് എന്താണ്? ഹൂ ആം ഐ? അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വരുന്നത്? അഞ്ചാമത്തെ സ്കന്ധം പഠിക്കേണ്ട റീസൺ 3 കാര്യങ്ങൾ. ആദ്യം നമ്മൾ ആരാണ്, രണ്ടാമത്തത് നമ്മൾ എവിടെയാണ്. നമ്മൾ എവിടെയാണിപ്പോ? കൃഷ്ണ ബലരാമ ക്ഷേത്രത്തിൻ്റെ 1ാം നിലയിലുള്ള വലിയ ഹാളിൽ, ഫാനൊന്നുമില്ലാതെ ജനലൊക്കെ തുറന്നിട്ട് ബെഡ്ഷീറ്റിൻ്റെ മുകളിൽ അല്ലേ, മൈക്കിൻ്റെ മുമ്പിൽ, മൈക്കിൻ്റെ പിറകിൽ, ഹാർമോണിയത്തിൻ്റെ ഇപ്പുറത്തും മാതാജിയുടെ ഇപ്പുറത്തും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതാണ് താൽക്കാലികമായ നമ്മളുടെ സ്ഥിതി എന്ന് പറയുന്നത്. വേറാമായി അത് ചെറിയ നോട്ടം, ഒരു നാരോ മൈൻഡഡ്നെസ് ആണ് നമ്മളിപ്പോൾ എവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വ്യാപിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ ഭൂമിയിലാണ്, നമ്മൾ ഈ ഭൂമണ്ഡലത്തിലാണ് അല്ലേ? നമ്മൾ 3 തലം ലോകങ്ങൾ, മുകൾ ലോകം, താഴ്ലോകം, മധ്യലോകം. അതിൽ മധ്യലോകത്തിലാണ്. എന്താണ് ആ ഭഗവത്ഗീതയിലെ ശ്ലോകം? ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, മധ്യേ തിഷ്ഠന്തി രാജസ, ജഗന്ന ഗുണവൃദ്ധിശ്ച അധോ ഗച്ഛന്തി താമസ. സത്വഗുണമുള്ളവർ മുകളിലേക്ക് ഉയരുന്നു, രജോ ഗുണമുള്ളവർ ഈ നിലത്തിൽ നിൽക്കുന്നു, ഈ ഭൂമണ്ഡലം എന്ന് പറയുന്ന നിലത്തിൽ നിൽക്കുന്നു. തമോ ഗുണമുള്ളവർ താഴോട്ട് പോകുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എവിടെയാണ്? അതിൻ്റെ ഉത്തരമാണ് എന്താണ്? ഈ മുഴുവൻ 5ാമത്തെ സ്കന്ധം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു എന്താണ് എക്സ്പ്ലനേഷൻ, സ്ട്രക്ചർ ഓഫ് ദി യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ ആകൃതിയെ കുറിച്ച് പറയുന്നതാണ്. അതിൽ നമ്മൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് 2ാമത്തെ ചോദ്യം. വേർ ആം ഐ? ഹൂ ആം ഐ? വേർ ആം ഐ? 3ാമത്തത് വേർ ഐ നീഡ് ടു ഗോ? ഞാൻ എവിടേക്ക് പോകണം? ഞാനിപ്പോൾ ഇവിടെയാണ്. ഞാൻ സന്തുഷ്ടനാണോ? അല്ല. ആരെങ്കിലും സന്തുഷ്ടരാണോ? പൂർണ്ണമായും സന്തുഷ്ടരാകാം. നമ്മൾ അപ്പോഴപ്പോൾ അതാത് ക്ഷണത്തിൽ ഭാഗവതം ക്ലാസ്സിലിരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ സന്തോഷമാണ്. കാര്യം എന്താണ്? പുണ്യം ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്, അതേസമയം നല്ല ഉറക്കവും കൂടെയാണ്. ഇരട്ടി സുഖമാണ്. ഉറക്കവുമാണ്, പുണ്യവും കിട്ടുന്നു. ഇതിനെ കാട്ടി വേറെ എന്ത് വേണമല്ലേ? പിന്നെ 3ാമത്തെ ഒരു എന്ത് ഗുണം കിട്ടും? ഈ പ്രസാദത്തിന്റെ മണവും കിട്ടും. താഴത്തെ നിലയിൽ നിന്നും ഇങ്ങനെ പ്രസാദത്തിന്റെ മണം മുകളിലേക്ക് ഇങ്ങനെ വരികയാണ്. ആനന്ദം, പരമാനന്ദം, പരമ ആനന്ദം. അങ്ങനെ ആ നിലയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഇതിനെ കാട്ടിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ടോ? ഭാഗവതം ക്ലാസ്സാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള. കീർത്തനത്തിൽ നമ്മൾ പാടണം, നമ്മൾ ചാടണം. ഭാഗവതത്തിലോ ഒന്നും വേണ്ട, ഉറങ്ങിയാൽ മതി അല്ലേ? 3x റിവാർഡാണ്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ വാങ്ങിച്ചവർ പറയും, അത് ചിലപ്പം ഈ ഫെസ്റ്റിവൽ ബൊണാൻസ എന്നൊക്കെ എഴുതി വരും. ഈ സമയം, ഓണത്തിന്റെ സമയം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടുന്ന സ്ഥലത്ത് 3 പോയിന്റ് കിട്ടും എന്ന് പറയും. അതുപോലെയാണ് ഭാഗവതം ക്ലാസ് എന്ന് പറയുന്നത്. 3 ഇരട്ടി ഗുണമാണ് ഉള്ളത്. പ്രസാദത്തിന്റെ മണം, ഉറക്കം, പിന്നെന്താണ്? അറിഞ്ഞോ അറിയാതെയോ അജ്ഞാത സുഹൃതിയായ കുറെ പുണ്യവും കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ വേർ ഐ നീഡ് ടു ഗോ? 3ാമത്തെ ചോദ്യം. ഇതാരാണ് പറഞ്ഞത്? ദ്രുതകർമ്മ പ്രഭു എന്ന് പറയുന്ന പ്രഭുപാദിന്റെ മുതിർന്ന ശിഷ്യൻ. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ശാസ്ത്രീയമായി നമ്മളുടെ കൃഷ്ണാവബോധം എങ്ങനെ അവതരിപ്പിക്കണം? ശാസ്ത്രലോകത്തിൽ, ശാസ്ത്രലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദശാസ്ത്രമല്ല, ആധുനിക ഭൗതിക ശാസ്ത്ര ലോകത്തിൽ വൈജ്ഞാനികന്മാരെ മനസ്സിലാക്കിപ്പിക്കാൻ, അവരെ തോൽപ്പിക്കാനല്ല. ആരെയും നമ്മൾ തോൽപ്പിക്കാൻ ഇവിടെ വന്നിട്ടില്ല. പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അവരുടെ ഹൃദയം മാറ്റണം. അവരുടെ ഹൃദയത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവന്ന് അവർക്ക് ശ്രീകൃഷ്ണനോട് ഉള്ള ആ പ്രേമം, അതിനൊരു ഉജ്ജീവനം ഉണ്ടാക്കി തരണം. അതാണ് ഒരു ഭക്തന്റെ ചുമതല എന്ന് പറയുന്നത്.
അതിൻ്റെ ഒരു ഭാഗം വഹിക്കുകയാണ് ദ്രുതകർമ്മപ്രഭു. അദ്ദേഹം 5-ാമത്തെ സ്കന്ധത്തിന് പറഞ്ഞ 3 ഡെഫിനേഷൻ അല്ലെങ്കിൽ 3 കാര്യം, എന്തുകൊണ്ട് 5-ാമത്തെ സ്കന്ധം അതികഠിനമായ 5-ാമത്തെ സ്കന്ധം പഠിക്കുന്നതിൻ്റെ 3 കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യം നമ്മളാരാണ്, ഹൂ ആം ഐ. രണ്ടാമത്തത് ഞാനെവിടെയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ വ്യാപകമായ ഈ വിപുലമായ പ്രപഞ്ചത്തിൽ ഞാനെവിടെയാണ്. മൂന്നാമത്തത് എങ്ങോട്ട് പോകണം. എവിടെയാണെന്ന് അറിഞ്ഞാലേ എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അല്ലേ, ആദ്യം ഇവിടെ നിന്ന് നമ്മൾ എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പള്ളിച്ചലാണ്. ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ കയറണമെങ്കിൽ ഒന്നെങ്കിൽ സൗത്ത് സ്റ്റേഷനിലോട്ട് പോകണം, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോകണം, അല്ലെങ്കിൽ നോർത്ത് സ്റ്റേഷനിലേക്ക് പോകണം അല്ലേ. അതാദ്യം മനസ്സിലാക്കണം. സ്റ്റേഷനിൽ പോയി ഏത് പ്ലാറ്റ്ഫോമിലോട്ട് കയറണം. അവിടെ ഒരുപാട് ട്രെയിനും വന്നും പോവുകയാണ്. ഈ പ്രപഞ്ചത്തിൽ അനേകം ശാസ്ത്രങ്ങൾ, മിഥ്യാശാസ്ത്രങ്ങൾ, ഭൗതിക ശാസ്ത്രങ്ങൾ, ഷഡ് ദർശൻ എന്ന് പറയുന്ന 6 ദർശനങ്ങളുണ്ട്. അതിൽ കൂടുതലും എന്നാണ് നിരീശ്വരവാദമാണ് പ്രചരിപ്പിക്കുന്നത്. വൈദികമായ 6 ദർശനങ്ങളുണ്ട്. അതിൽ തന്നെ കൂടുതലും ഭൂരിപക്ഷവും പ്രചരിപ്പിക്കുന്നത് മായാവാദവും ഭൗതികവാദവുമാണ് അല്ലേ. ഇതിന് ഉപരിയാണ് മുഴുവൻ ഭൗതികവാദം ചെയ്യുന്ന നമ്മളുടെ ഇന്നത്തെ ആധുനിക ഇസ്രോയിലെ ശാസ്ത്രജ്ഞന്മാരും നാസയിലെ ശാസ്ത്രജ്ഞന്മാരും അല്ലേ. ഇങ്ങനത്തെ പല ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവരെയൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ആ വിദ്യ ആർജിക്കണം. അതെവിടെയാണ് ആർജിക്കേണ്ടത്? ഭാഗവതത്തിലെ 5-ാമത്തെ സ്കന്ധം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. 3 കാരണം മനസ്സിലായല്ലോ എന്തുകൊണ്ട് 5-ാമത്തെ സ്കന്ധം പഠിക്കണം. ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ. ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത്, ആദ്യത്തെ ശ്ലോകത്തിൽ പരീക്ഷിത് മഹാരാജാവ് ശുകദേവ് ഗോസ്വാമിന് ചോദിക്കുകയാണ്. ശുകദേവ് മഹാരാജ്, നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തിൽ സൂര്യന്റെ ചലനങ്ങളെ കുറിച്ച് പറഞ്ഞു, സൂര്യന്റെ ഭ്രമണപഥത്തിനെ കുറിച്ച് പറഞ്ഞു. സൂര്യൻ എങ്ങനെയുള്ളതാണ്? സൂര്യൻ രഥത്തിൽ സഞ്ചരിക്കുകയാണ്. ആ രഥത്തിൽ അശ്വങ്ങളുണ്ട്, കുതിരകളുണ്ട്. അതിൻ്റെ മുന്നിലും പിന്നിലും ആരൊക്കെയുണ്ട്? അപ്സരസുണ്ട്, നാഗങ്ങളുണ്ട്, യക്ഷകിങ്കര രാക്ഷസന്മാരുണ്ട് അല്ലേ. ബാലകില്യരായ 60,000 ബ്രാഹ്മണർകൾ അല്ലെങ്കിൽ 60,000 ഋഷിമുനിമാർ ഉണ്ട്. തമ്പിന്റെ സൈസിലുള്ള 60,000 ഋഷിമുനിമാരുണ്ട്. അദ്ദേഹം ആ സൂര്യമണ്ഡലത്തിൽ ഇരിക്കുന്ന സൂര്യനാരായണനെ വർണ്ണിച്ചുകൊണ്ട് പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്, പരീക്ഷിത് മഹാരാജ് ചോദിക്കുന്നത്, താങ്കൾ എനിക്കൊരു ചോദ്യമുണ്ട്, അദ്ദേഹം ദയവായി ഈ ചോദ്യത്തിന് ഉത്തരം പറയുക. എന്താണ് ചോദ്യം? ചോദ്യം എന്ന് പറയുന്നത്, ഈ ഭൂമണ്ഡലത്തിൽ സൂര്യൻ എന്താണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. നമ്മൾ വലം വെക്കുക എന്ന് പറയും അല്ലെ. ക്ഷേത്രങ്ങളിൽ പോയാൽ വലം വെക്കുക, അത് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ്, സമയം എങ്ങനെ പോകുന്നു, ഘടികാരം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു അല്ലേ. അതിന് വലം വെക്കുക എന്ന് പറയും. ഇടം വെക്കുക എന്ന് പറഞ്ഞാൽ അതിന് നേരെ തിരിച്ചോട്ട്. 12 മണി, 11 മണി, 10 മണി, 9 മണി, അത് ഇടം വലം. വലം വെക്കുക, ഇടം വെക്കുക. ഈ സൂര്യൻ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ? നമ്മൾ എവിടെയാണ്? ആദ്യം നമ്മൾ ഭൂമണ്ഡലത്തിലാണ്, ഈ പരന്നിരിക്കുന്ന ഭൂമണ്ഡലത്തിലാണ്. ഈ ഭൂമണ്ഡലത്തിൽ ജംബൂദ്വീപം എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപമുണ്ട്. ജംബൂദ്വീപത്തിൽ 9 ദ്വീപങ്ങൾ, ചെറിയ ചെറിയ ദ്വീപങ്ങളുണ്ട്. അതില് ഭാരതവർഷം എന്ന് പറയുന്ന ഈ ഭൂമിയിലാണ്. അതിൽ 9-ൽ ഒരു ദ്വീപമായ ഈ ഭൂമി മൊത്തവും ഒരു ദ്വീപമായ ഭാരതവർഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാരതവർഷത്തിൽ ഒരു മൂലയിൽ തിരുവനന്തപുരത്താണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഇത് ജംബുദ്വീപം. ജംബുദ്വീപത്തിനെ ചുറ്റി അല്ലെ കോൺസെൻട്രിക് സർക്കിൾസ്, ഒരേ സെന്റർ വെച്ചുകൊണ്ട്, ഒരേ കേന്ദ്രം വെച്ചുകൊണ്ട് പല ഡിസ്റ്റൻസിൽ
പല ദൂരത്തിൽ സർക്കിൾ വരയ്ക്കുകയാണ്. അതിൽ ഓരോ സർക്കിളിലും ഓരോ ദ്വീപങ്ങളുണ്ട്. ഒരു ദ്വീപം, അതിനുശേഷം ഒരു സമുദ്രം, ഒരു ദ്വീപം, ഒരു സമുദ്രം, ഒരു ദ്വീപം, ഒരു സമുദ്രം, അല്ലെ? ഏറ്റവും നടുക്കുള്ളത് ജംബൂദ്വീപം, അതിന് ചുറ്റുമുള്ളത് ലവണ സമുദ്രം, അതിന് ചുറ്റുമുള്ളത് അടുത്ത ദ്വീപം, അതിന് ചുറ്റുമുള്ളത് അടുത്ത സമുദ്രം. എന്ത് സമുദ്രമാണ്? അങ്ങനെ ഓരോ സമുദ്രം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിക്കുകയാണ്. ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട്, ലിക്കറുണ്ട്, മദ്യമുണ്ട്, പാലുണ്ട്, തൈരുണ്ട്, നെയ്യുണ്ട്. ഇങ്ങനെ 7 സമുദ്രങ്ങളും അതിനെ കൂടെയുള്ള കോൺസെൻട്രിക് ആയിട്ടുള്ള 7 ദ്വീപങ്ങളും ഉണ്ട്. ഏറ്റവും പുറത്തിലുള്ള 7ാമത്തെ ദ്വീപാണ് എന്താണ്? പുഷ്കരദ്വീപം. പുഷ്കരദ്വീപത്തിന്റെ പുറത്തുള്ളത് എന്താണ്? ശുദ്ധജലം, ക്ലിയർ വാട്ടർ, അതിന്റെ സമുദ്രമാണ്. ഈ പുഷ്കരദ്വീപത്തിൽ എന്താണുള്ളത്? അതിന്റെ നടുക്കായിട്ട് ഒരു പർവ്വതമുണ്ട്. ഇതുവരെ മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ എവിടെയാണ് ആദ്യം? നമ്മൾ ജംബൂദ്വീപത്തിലാണ്. ജംബൂദ്വീപത്തിൽ 9 ദ്വീപങ്ങളുണ്ട്. അതിൽ ഭാരതവർഷം, ഹരേ കൃഷ്ണ, ജംബൂദ്വീപമുണ്ട്. ജംബൂദ്വീപത്തിലാണ് നമ്മളുള്ളത്. ഏറ്റവും ഉള്ളിലോട്ടുള്ള ദ്വീപമാണ് ജംബൂദ്വീപം. അതിന്റെ നടുക്ക് എന്തുണ്ട്? സുമേരു പർവ്വതമുണ്ട്. നമ്മൾ അത്തപ്പൂവ് കെട്ടിട്ടുണ്ടല്ലോ, അല്ലെ? ഓണത്തിന് അത്തപ്പൂവ് കെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം ഓണത്തപ്പന്, അവസാനം ഓണത്തപ്പനെ എടുത്തു വെക്കും. ഓണത്തപ്പൻ ഇങ്ങനെയാണുള്ളത്, ഇൻവേർട്ടഡ് ട്രപ്പീസിയം, അല്ലേ? ഇൻവേർട്ടഡ് ട്രപ്പീസിയം, അതാണ് സുമേരു പർവ്വതം. നമ്മൾ ഓണപ്പൂക്കളം ഒരുക്കുന്നത് അതാണ് ഭൂമണ്ഡലം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എല്ലാം കോലമൊക്കെ ഇട്ട് ഒരേ ഡിസൈനും പൂവൊക്കെ ഇട്ട് ആ ഭൂമണ്ഡലത്തിന് നമ്മൾ വേറെ ആകൃതിയൊക്കെ നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയ കൊണ്ട് നമ്മൾ അതിനെ ഒരുമാതിരി ആക്കി മാറ്റി. പക്ഷെ അതിന്റെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ്? വാമനദേവൻ ഈ ഭൂമണ്ഡലം, ഈ പ്രപഞ്ചത്തിനെ മൊത്തം അളക്കുകയാണ്. തൻ്റെ തിരുവടി കൊണ്ട് 3 പാദങ്ങൾ അളക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്. ഈ അളക്കുന്ന കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് നമ്മൾ ഈ പൂക്കളം വരയ്ക്കുന്നത്. ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്? ഭൂമണ്ഡലത്തിലാണ്. ഭൂമണ്ഡലത്തിൽ വാമനദേവൻ ആദ്യം കാലെടുത്ത് വെക്കുന്നു. 2ാമത്തെ കാല്, ഇടത്തെ കാല് ഉയർത്തി മുകളിലോട്ടുള്ള ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. 3ാമത്തെ കാല് ബലിമഹാരാജ്, മഹാബലിയുടെ ശിരസിൽ വെക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ പൂക്കളം ഒരുക്കുന്നത് ശരിക്കും അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ഈ സ്ട്രക്ചർ ഓഫ് ദി യൂണിവേഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിനെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പൂക്കളം. അല്ലാതെ പടം വരച്ച് ഒരുപാട് പൂക്കളും നന്നായിട്ട് ഭംഗി, അത് വേറെ. പക്ഷെ പൂക്കളം അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമണ്ഡലത്തിനെ കുറിച്ചുള്ള നമുക്കുള്ള ഐഡിയ തരാൻ വേണ്ടിയാണ്. ഇത്രയും ദ്വീപങ്ങളുണ്ട്, അല്ലെ? നടുക്ക് സുമേരു പർവ്വതമുണ്ടാണ്. അതാണ് ഈ ഓണത്തപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചില പേരൊക്കെ 3 ഓണത്തപ്പനൊക്കെ എടുത്ത് വെക്കും. 3ഒന്നുമില്ല, 1 ഉള്ളൂ നടുക്ക്. അത് ട്രപ്പീസിയമാണ്, ഇൻവേർട്ടഡ് ട്രപ്പീസിയമാണ്. ഇൻവേർട്ടഡ് ട്രപ്പീസിയമാണ്. മുകളില് ഒരു റെക്ടാങ്കിൾ പോലെ സ്ഥലമുണ്ട്, താഴെ റെക്ടാങ്കിൾ പോലെ സ്ഥലമുണ്ട്. മുകളിലത്തെ പരന്ന നില എന്ന് പറയുന്നത് കൂടുതലും, താഴത്തെ പരന്ന നില എന്ന് പറയുന്നത് കുറവുമാണ്. അതാണ് ട്രപ്പീസിയം ഇൻവേർട്ടഡ്. അത് നടുക്ക് വെച്ചിട്ടുണ്ട്. അത് ജംബൂദ്വീപത്തിലാണ് ഇരിക്കുന്നത്. ആ ജംബൂദ്വീപത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വേറാമായി നമ്മൾ അവിടെ ഉണ്ട്. ഈ അധ്യായത്തിൽ സൂര്യനെ കുറിച്ച് പറയുകയാണ്. ഇപ്പോൾ പറയുന്ന ശ്ലോകത്തിൽ സൂര്യൻ എവിടെയാണുള്ളത്? നമ്മളെല്ലാവരും എന്ത് പറയും? സൂര്യൻ ദാ അതോ ഉണ്ട്. അങ്ങതോ ഉണ്ടെന്ന് പറഞ്ഞാൽ കിഴക്കോട്ടുണ്ട്, മുകളിലോട്ടുണ്ട്, വടക്കോട്ടുണ്ട്, പിന്നെ പടിഞ്ഞാറോട്ടുണ്ട്. ഇത് ഒരു വിധം നമ്മൾ നോക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ്, ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. പക്ഷെ പ്രപഞ്ചത്തിൽ ഒരു ഹയർ ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ എവിടെയാണ് ഉള്ളത്? അത് ഈ ഭൂമണ്ഡലത്തിന്റെ ഈ പറഞ്ഞ ദ്വീപുകൾ, 7 ദ്വീപുകൾ കോൺസെൻട്രിക് ആയിട്ടുള്ള, നമ്മൾ അത്തപ്പൂ വരയ്ക്കേണ്ട ഓരോ ദ്വീപിനും ഓരോ കളർ വെച്ച് നമ്മൾ അത്തപ്പൂ ഇങ്ങനെ വരയ്ക്കണം. ഒരു ദ്വീപം, ഒരു സമുദ്രം, ഒരു ദ്വീപം, ഒരു സമുദ്രം, ഒരു ദ്വീപം, ഒരു സമുദ്രം എന്ന് പറഞ്ഞ് 7 ദ്വീപങ്ങളിലോട്ട് പോകുമ്പോൾ അവസാനത്തെ ദ്വീപമാണ് എന്താണ്? പുഷ്കരദ്വീപം എന്ന് പറയുന്നത്. ആ പുഷ്കരദ്വീപത്തിൽ നടുക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വതം, ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്
1,00,000 യോജനമാണ്. ഒരു യോജനം എന്ന് പറയുന്നത് എത്രയാണ്? 8 മൈലാണ് ഒരു യോജനം. ഒരു മൈൽ എത്രയാണ്? 1.5 കിലോമീറ്ററാണ് ഒരു മൈൽ എന്ന് പറയും. 1.5 കിലോമീറ്റർ ഒരു മൈല്, 8 മൈല് ഒരു യോജനം. 1,00,000 യോജനം പൊക്കത്തില് ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പേരെന്താണ്? ആ പുഷ്കരദ്വീപത്തിന്റെ നടുക്കാണ് മാനസോത്തര പർവ്വതമുള്ളത്. മാനസോത്തര പർവ്വതത്തിന്റെ പൊക്കം എത്രയാണ്? 1,00,000 യോജനമാണ്. ആ മാനസോത്തര പർവ്വതത്തിന്റെ മുകളിൽ സൂര്യദേവൻ തൻ്റെ തേരിൽ, ഒരു ചക്രമുള്ള തേരിൽ സഞ്ചരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു സർക്കിൾ രൂപത്തിലാണ് ഉള്ളത് ഈ ദ്വീപുകളൊക്കെ. ദ്വീപുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ കാണുന്ന ഒരു ലൈൻ എന്ന് അങ്ങനെ വിചാരിക്കരുത്. ഇതെല്ലാം കോൺസെൻട്രിക് സർക്കിളാണ്. ഈ മാനസോത്തര പർവ്വതം എന്ന് പറയുന്നത് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു സർക്കിളാണ്, അല്ലേ? ഒരു വട്ടം പോലെയാണ്. ഈ പർവ്വതം മുഴുവൻ ഇങ്ങനെ വട്ടം കിടന്നിരിക്കുകയാണ്. ഈ പർവ്വതത്തിന്റെ മുകളിൽ 1,00,000 യോജനം പൊക്കമുള്ള ഈ പർവ്വതത്തിന്റെ മുകളിൽ സൂര്യൻ സഞ്ചരിക്കുകയാണ്. സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആ സൂര്യന്റെ തേരിലാണ് സഞ്ചരിക്കുന്നത്. അതൊക്കെ മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആ തേരിന് ഒരു ചക്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ചക്രമുള്ള തേരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ബുദ്ധിമുട്ടാണ്, നമുക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആക്സിൽ, ആ വീലിൻ്റെ, ആ തേരിൻ്റെ ഒരു ചക്രം, അതിൻ്റെ ആക്സിൽ എന്ന് അറിയാമല്ലോ അല്ലേ? നമ്മളുടെ വണ്ടിയുടെ, KSRTC ആനവണ്ടിയുടെ ആക്സിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. മുമ്പിൽ ഒരു ആക്സിലുണ്ട്, ബാക്കിൽ ഒരു ആക്സിലുണ്ട്. അപ്പോൾ ഏത് ചക്രമുണ്ടെങ്കിലും അതിലൊരു ഹബ് ഉണ്ടാകും, ഒരു ആക്സിൽ ഉണ്ടാകും. ആ ആക്സില് എവിടേക്കാണ് വച്ച് പിടിപ്പിച്ചിരിക്കുന്നത്, ഫിക്സ് ചെയ്തിരിക്കുന്നത്? സുമേരു പർവ്വതത്തിലാണ്. നമ്മളുടെ ഓണത്തപ്പനിലാണ് ആ ആക്സിൽ കൊണ്ട് പിടിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ, ഒരു കണക്ഷൻ ഇങ്ങനെ, ഇത് സുമേരു പർവ്വതം, ഇത് സൂര്യദേവന്റെ ഇത് തേരിന്റെ ചക്രം. ഇവിടെ നിന്ന് ഒരു ആക്സിൽ പിടിപ്പിച്ചിരിക്കുന്നത് സുമേരു പർവ്വതത്തിൽ, മറ്റൊരു ആക്സിൽ പിടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ധ്രുവലോകത്തിൽ. അപ്പൊ എവിടെയാണ് ധ്രുവലോകം? സുമേരു പർവ്വതത്തിന്റെ മുകളിലാണ് ധ്രുവലോകം. എല്ലാ ഗ്രഹങ്ങളും ഈ ധ്രുവലോകത്തിനെ ചുറ്റി വരികയാണ്. എന്തുകൊണ്ട്? ധ്രുവലോകത്തിൽ ക്ഷീരാബ്ദി വിഷ്ണു ഉണ്ട്, അല്ലേ? ധ്രുവലോകത്തിൽ ആരുണ്ട്? ക്ഷീരാബ്ദിയായ വിഷ്ണു ഉണ്ട്. പിന്നെ ആരുണ്ട്? ധ്രുവലോകം. വേറെ ആരുണ്ട്? ധ്രുവ മഹാരാജാവുണ്ട്, അല്ലേ? ധ്രുവ മഹാരാജാവ് 4-ാമത്തെ സ്കന്ധത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ധ്രുവ മഹാരാജാവ് ധ്രുവലോകത്തിൽ പദവി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഈ പോൾ സ്റ്റാർ എന്ന് പറയുന്ന ധ്രുവ നക്ഷത്രത്തിനെ ചുറ്റിയാണ് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് കാലചക്രം. അതടുത്ത കോൺസെപ്റ്റ്, ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഇനി കൺഫ്യൂസ് ആയിപ്പോ. അപ്പോൾ സൂര്യൻ മാനസോത്തര പർവ്വതത്തിന്റെ മേളില് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പോയിന്റിൽ നിന്നും കറങ്ങി തിരിച്ച് ആ പോയിന്റിലോട്ട് വരുന്ന ആ സമയമാണ് എന്താണ്? നമ്മളുടെ ഒരു വർഷം എന്ന് പറയുന്നത്. നമ്മളുടെ 365 ദിവസം എന്ന് പറയുന്നത് മാനസോത്തര പർവ്വതത്തിന്റെ കിഴക്കേ അറ്റം മുതൽ, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, വീണ്ടും കിഴക്ക്, ഇങ്ങനെ ചുറ്റി വരുന്ന ആ ഒരു വട്ടം, വലം വയ്ക്കുന്ന വട്ടം. സൂര്യൻ ശരിക്കും വലം വയ്ക്കുകയാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ തോന്നും ഇടം വയ്ക്കുകയാണ് എന്നാണ് തോന്നുന്നത്. അത് നമ്മളുടെ അപ്പാരന്റ് വിഷനാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. ആന്റി ക്ലോക്ക് വൈസിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. സുമേരു പർവ്വതത്തിന് അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രത്തിനെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ആ സൂര്യൻ സഞ്ചരിക്കുന്ന ഒരു വട്ടം എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു വർഷം, അല്ലേ? നമ്മളുടെ കാലണ്ടറിൽ ഒരു വർഷം എന്ന് പറയുന്നത് ഈ സൂര്യൻ ഈ മലയുടെ മുകളിൽ കൂടെ സഞ്ചരിച്ച് ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു വട്ടമാണ് നമ്മളുടെ ഒരു വർഷം. ഇവിടെ സൂര്യന്റെയും ചന്ദ്രന്റെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രൻ നമുക്കറിയാം
ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട്, ഒരു മാസമല്ല 2 ആഴ്ച കൊണ്ട് ചന്ദ്രൻ വീണ്ടും പൗർണമിയായി തീരുന്നു അല്ലെ. ഒരു പൗർണമിക്കും അടുത്ത പൗർണമിക്കും ഉള്ള ഇടവേള എന്ന് പറയുന്നത് എന്താണ്? 2 ആഴ്ചയാണ്. ഒരു പൗർണമി അല്ലെങ്കിൽ ഒരു വെളുത്ത വാവ് തുടങ്ങി കറുത്ത വാവിലോട്ട് പോകുന്നു, 2 ആഴ്ചയാകുന്നു. കറുത്ത വാവിൽ നിന്ന് 2 ആഴ്ച പോകുന്നു, വീണ്ടും വെളുത്ത വാവാകുന്നു. അങ്ങനെ 2 ആഴ്ചകൾ 4 ആഴ്ചകൾ കഴിയുമ്പോഴാണ് ചന്ദ്രൻ ഈ വട്ടം കറങ്ങുന്നത്. ഒരു വട്ടം കറങ്ങാൻ 4 ആഴ്ച മതി. സൂര്യന് എത്ര ദിവസം വേണം? 1 വർഷം വേണം. അതാണ് ഇതിൻ്റെ വിവർത്തനത്തിൽ പറയുന്നത്. ചന്ദ്രൻ സ്പീഡിൽ സഞ്ചരിക്കുകയാണ് അല്ലേ. ചന്ദ്രൻ സൂര്യനേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് ചന്ദ്രനെ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയാണ്. 4 ആഴ്ച കൂടുന്തോറും ചന്ദ്രനെ നമ്മൾ മുഴുചന്ദ്രനായിട്ട് കാണുകയാണ്. സൂര്യനെ നമ്മൾ ഒരു വട്ടം കറങ്ങി വരുമ്പോൾ 1 വർഷമായി തീരുന്നു. അപ്പൊ അതിന്റെ കണക്കുകളൊക്കെ ഈ വിവർത്തനത്തിൽ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? ഈ സൂര്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമണ്ഡലത്തിൽ നിന്നും 1,00,000 യോജനത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, മാനസോത്തര പർവ്വതം അത് ഭൂമണ്ഡലത്തിന്റെ തലത്തിൽ നിന്നും 1,00,000 യോജനം മുകളിലോട്ടാണ് അല്ലേ. ഞാൻ ഒരു മലയുടെ മുകളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ മലയുടെ പൊക്കമായിരിക്കുമല്ലോ എൻ്റെ പൊക്കം അല്ലേ. ഞാനിപ്പോൾ ബദ്രിനാഥിൽ പോവുകയാണ്. അപ്പൊ ഞാൻ എത്ര പൊക്കത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം 7000 മീറ്റർ അല്ലെങ്കിൽ അത്രയും പൊക്കത്തിലാണെന്നാണ് ഞാൻ പറയപ്പെടുന്നത്. എൻ്റെ പൊക്കം ചിലപ്പം 5 അടി ആയിരിക്കും. പക്ഷേ ഞാൻ ആ സമയത്ത് എൻ്റെ പൊക്കം, എൻ്റെ സമുദ്രനിലയിൽ നിന്നുള്ള എൻ്റെ പൊക്കം എന്ന് പറയുന്നത് എത്രയാണ്? 7000 മീറ്റർ, 8000 മീറ്റർ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അതുപോലെ സൂര്യൻ ഈ മാനസോത്തര പർവ്വതത്തിന്റെ മുകളിൽ സഞ്ചരിക്കുമ്പോൾ, മാനസോത്തര പർവ്വതം ഭൂമണ്ഡലത്തിൽ നിന്നും 1,00,000 യോജനത്തിന്റെ മേളിലാണുള്ളത്. എത്ര യോജനമാണ്, എത്ര മൈലാണ്, എത്ര കിലോമീറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ സൂര്യൻ ശരിക്കും നമ്മളുടെ അടുത്താണുള്ളത്. ആധുനിക വൈജ്ഞാനികർ പറയുന്നത് സൂര്യൻ നമ്മളിൽ നിന്നും എത്രയാണ്? 93 മില്യൺ മൈൽസ് അല്ലേ. 93 മില്യൺ മൈൽസ് എന്ന് പറയുമ്പോൾ 9 കോടി മൈല് ദൂരത്തിലാണ് സൂര്യൻ ഉള്ളതെന്നാണ് ആധുനിക വൈജ്ഞാനികർ പറയുന്നത്. പക്ഷേ നമ്മളുടെ വേദിക ശാസ്ത്രം പറയുന്നത് എന്താണ്? 1,00,000 യോജനത്തിന്റെ മുകളിൽ, അതായത് 8,00,000 മൈല് അല്ലേ. 8,00,000 മൈൽ എവിടെ ഉണ്ട്? മറ്റേ 9 കോടി മൈലുണ്ട്. അതിന് വ്യത്യാസമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ അവസാനം പറയുന്നത് എന്താണ്? നമ്മൾ വേദശാസ്ത്രങ്ങൾ പറയുന്നതാണ് എപ്പോഴും ശരി അല്ലേ. ആബ്സല്യൂട്ട് എന്ന് പറയും. ദിവ്യമായ ഉള്ള വസ്തുക്കളാണ് എപ്പോഴും സത്യമായിട്ടുള്ളത്. സത്യമായ വസ്തുക്കളാണ് എപ്പോഴും ഏത് കാലത്തിലും മാറാതെ ഇരിക്കുന്നത്. അതിനാണ് സത്യത്തിന് പ്രസക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദശാസ്ത്രങ്ങൾക്ക് എപ്പോഴും അത് സത്യമാണ്. വേദശാസ്ത്രം ശ്രീകൃഷ്ണന്റെ, മഹാവിഷ്ണുവിന്റെ, നാരായണന്റെ മൂച്ച് കാറ്റിൽ നിന്നും വരുന്നതാണ്, ബ്രീതിങ്ങിൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതെപ്പോഴും പരമസത്യമാണ്. ഋഗ്, യജു, സാമ, അഥർവവേദം എന്ന് പറയുന്നത് എപ്പോഴും സത്യമാണ്. അപ്പൊ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1,00,000 യോജനം മുകളിലാണ് സൂര്യനുള്ളതെന്ന്. ആധുനിക വൈജ്ഞാനികന്മാർ പറയുന്നത് 93 മില്യൺ മൈല് ദൂരത്തിലാണുള്ളത് എന്ന്. അപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അവസാനം പ്രഭുപാദ് പറയുന്നത് എന്താണ്? ഇതെപ്പോഴും അതുകൊണ്ടാണ് ആധുനിക വൈജ്ഞാനികർ എന്ന് പറയുന്നത്. ആധുനികം എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ 17-ാം നൂറ്റാണ്ടിലെ ആധുനിക വൈജ്ഞാനികർ, അവർക്ക് ഇത്രയും അറിയാമായിരുന്നോ? അറിയത്തില്ലായിരുന്നു. 8-ാം നൂറ്റാണ്ടിലെ ആധുനിക വൈജ്ഞാനികന്മാർക്ക് എത്ര അറിയാമായിരുന്നു? ഒന്നും അറിഞ്ഞുകൂടായിരുന്നു അല്ലേ. പക്ഷേ വേദശാസ്ത്രങ്ങൾ മാറുകയേയില്ല. 8-ാം നൂറ്റാണ്ടിൽ എന്താണോ, 17-ാമത്തെ നൂറ്റാണ്ടിൽ എന്താണോ, അത് തന്നെയാണ് 21-ാം നൂറ്റാണ്ടിലുമുള്ളത്. അതാണ് വൈദിക ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ 1,00,000 യോജനമാണ് സൂര്യന്റെ പൊക്കം എന്ന് നമ്മൾ ഭാഗവതത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. അടുത്തത് പറയുന്നത്
ചന്ദ്രന്റെ പൊക്കം, ചന്ദ്രൻ എത്ര പൊക്കത്തിലാണുള്ളത്? സൂര്യന്റെ രശ്മികളിൽ നിന്നും 1,00,000 യോജനം പൊക്കത്തിലാണ് ചന്ദ്രനുള്ളത് എന്ന്. പക്ഷേ ആധുനിക വൈജ്ഞാനികന്മാർ എന്താണ് പറയുന്നത്? ഇസ്രോയും നാസയും മുതലായ ചൈനീസ് ബഹിരാകാശ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ജാപ്പാനീസ് ബഹിരാകാശ കേന്ദ്രങ്ങൾ എല്ലാവരും പറയുന്നത് എന്താണ്? ചന്ദ്രൻ വളരെ അടുക്കാണുള്ളത്. എത്രയോ 2,40,000 മൈലേ ഉള്ളൂ എന്നാണ് ചന്ദ്രൻ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു 1,00,000 യോജനം സൂര്യനും അതിൻ്റെ മുകളിൽ 1,00,000 യോജനം പൊക്കത്തിലുമാണ് ചന്ദ്രൻ ഇരിക്കുന്നത്. അപ്പോൾ 2,00,000 യോജനം മുകളിലാണ് ചന്ദ്രൻ ഉള്ളത്. അപ്പോൾ ആധുനിക ശാസ്ത്രം ചന്ദ്രനെ കുറിച്ച് പറയുന്നത് ഇവിടെ സംശയാസ്പദമാണ് എന്നാണ് ഭാവാർത്ഥത്തിൽ പറയുന്നത്. ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായി അല്ലെ? രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായി. മൂന്നാമത്തെ ലോകമഹായുദ്ധം നമ്മളുടെ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പറഞ്ഞതാ. ഒന്നാം ലോകമഹായുദ്ധം, അതിൻ്റെ രണ്ടാം ലോകമഹായുദ്ധം, ഈ ഓരോ ലോകമഹായുദ്ധത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എൻ്റെ ആധുനിക ശാസ്ത്രം വലുതാണ്, നിന്നേക്കാൾ എനിക്ക് വെടിവെച്ച് നിന്നെ കൊല്ലാനറിയാം അല്ലേ? ബ്രിട്ടീഷുകാർ എങ്ങനെ വന്ന് ഇന്ത്യയെ കൈയടക്കി? നമ്മൾ വാളും കുന്തവും കത്തിയും കേടയവും കളരിപ്പയറ്റും ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അവൻ വന്ന് എന്ത് ചെയ്തു? തോക്കെടുത്ത് ഒരേ ഒന്ന് വെടിവെച്ചിട്ട് അങ്ങ് പോയി. ജാലിയൻ വാലാബാഗ് മസാക്കർ അല്ലേ? ചറപറ എന്ന് വെടിവെച്ചിട്ട് പോയി. അവൻ എന്താണ് അവിടെ കാണിക്കുന്നത്? എൻ്റെ ആധുനിക ശാസ്ത്രം കണ്ടോ, ഞാൻ എൻ്റെ വെടി ഉണ്ടയിൽ നിന്നെ ദൂരത്തിൽ നിന്നും ഒളിച്ചുകൊണ്ട് എനിക്ക് ഒരു പോറും പറ്റാതെ നിന്നെ കൊല്ലാൻ സാധിക്കും. അപ്പം അതിൽ നിന്നും നമുക്ക് മനസ്സിലാവും ഈ ആധുനിക ശാസ്ത്രം എങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് തോന്നും നമ്മളെ ചുറ്റും എന്തുണ്ട്? മൊബൈലുണ്ട്, AI ഉണ്ട് അല്ലേ? ടെക്നോ പാർക്കുണ്ട്, ഇസ്രോയുണ്ട്. ഭയങ്കര അഭിമാനമാണ് നമുക്ക്. ഇസ്രോയിൽ ഒരു മംഗലായനം ചന്ദ്രായനം ഒക്കെ വിട്ടു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും മുമ്പിൽ വന്നിരിക്കും. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര പേട്രിയോട്ടിസമാണ് അല്ലേ? എന്താണ്? അതിനൊരു സ്ഥിരതയില്ല. ഇസ്രോ മാത്രമല്ല, നാസയായാലും ഏതൊരു ബഹിരാകാശ കേന്ദ്രം അവർ താൽക്കാലികമായി, അതുകൊണ്ട് തന്നെ അവർക്ക് ആധുനിക വൈജ്ഞാനികന്മാർ എന്നാണ് പറയുന്നത്. അവർ വൈജ്ഞാനികന്മാരല്ല. വൈജ്ഞാനികന്മാർ എന്ന് പറയുന്നത് ട്രാൻസെൻഡന്റലിസ്റ്റ് ആണ്. അവർ എപ്പോഴും പരം സത്യത്തിനെ മാത്രമാണ് ആശ്രയിക്കുന്നത്. ഈ ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം എന്ന് പറയുന്ന മഹത്തായ പുസ്തകങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും ബ്രഹ്മസൂത്രത്തിനെയും ഇതിനെയാണ് അവർ ആശ്രയിക്കുന്നത്. അതിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് അവർ ഉറച്ച് വിശ്വസിക്കുന്നത്. അതിലുള്ള കാര്യങ്ങൾ നമുക്ക് തെളിയിക്കാൻ ചിലപ്പം പറ്റാതെ ഇരിക്കാം. നമ്മൾ സാധാരണ ഒരു വ്യക്തി ആയിരിക്കാം, ഞാനൊരു വീട്ടമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരനായിരിക്കാം. പക്ഷേ എനിക്ക് ശ്രീകൃഷ്ണന്റെ ഈ അത്ഭുതകരമായ സൃഷ്ടിനെ കുറിച്ച് ഭാഗവതത്തിൽ നിന്നും ഒരു സങ്കേതമുണ്ടെങ്കിൽ അതിനെയും കാട്ടി ശാസ്ത്രജ്ഞൻ ഞാൻ വേറെ അല്ല. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരാണ് ഈ ഹാളിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് ശ്രീകൃഷ്ണനോടുള്ള ആ സംബന്ധജ്ഞാനമുണ്ട്. ശ്രീകൃഷ്ണന്റെ ഈ അദ്ഭുതമായ സൃഷ്ടിയിൽ നമുക്ക് ശ്രീകൃഷ്ണനെ ഓരോ തലത്തിലും കാണാനുള്ള രസോഹം അപ്സു കൗന്തേയ പ്രഭാസ്മി സസിശൂരയോ അല്ലേ? രസോഹം അപ്സു കൗന്തേയ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ, പ്രഭാസ്മി ശശിസൂര്യോ, ഈ കാണുന്ന വെളിച്ചം, ഈ വെയിലടിക്കുന്നു, ഈ മാതാജിമാരും പ്രഭുമാരും ഇങ്ങോട്ട് മാറി നിൽക്കുന്നു വെയിൽ കാരണം. ശ്രീകൃഷ്ണൻ ഇവിടെ ഉണ്ട്, ശ്രീകൃഷ്ണൻ നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിലുണ്ട്. അന്തർബഹിശ്ചതത് സർവം വ്യാപ്യനാരായണ സ്ഥിത, അകത്തും പുറത്തും അല്ലേ? ബാഹേർ നരസിംഹോ, എവിടെയാണ്? ഹൃദയേ നരസിംഹോ, നരസിംഹം ആദ്യം ശരണം പ്രപദ്യേ. പ്രഹ്ലാദൻ എന്ത് പറഞ്ഞു? അല്ലയോ എൻ്റെ അച്ഛ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ, എവിടെയാണ് നരസിംഹമൂർത്തി എന്നല്ലേ? ഞാൻ പറയുന്നത് ഇവിടെ എല്ലാ സ്ഥലത്തുമുണ്ട്. ബാഹേർ നരസിംഹോ ഹൃദയേ നരസിംഹോ,
അതാണ് ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇരിക്കുന്ന വ്യക്തികളാണ് ഏറ്റവും ഉയർന്ന ശാസ്ത്രജ്ഞന്മാർ. അതുകൊണ്ട് ഈ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ, ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്ന് ചിലപ്പം നമുക്ക് ശരിയെന്ന് തോന്നേക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിപൊളിയാണെന്ന് തോന്നേക്കാം. നമ്മളുടെ കയ്യിലുള്ള മൊബൈല് നമ്മളുടെ അടുത്തിരിക്കുന്ന ഒരു വൃദ്ധനായ വ്യക്തിയോ അല്ലെങ്കിൽ വൃദ്ധേനോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തറിയാം? എനിക്ക് മൊബൈലില് ഗൂഗിൾ പേ ചെയ്യാൻ അറിയാം, എനിക്ക് വാട്സാപ്പിൽ വീഡിയോ അയക്കാൻ അറിയാം, എനിക്ക് ഷെയർ ചെയ്യാൻ അറിയാം. എൻ്റെ അമ്മുമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂടാ, പക്ഷെ അമ്മുമ്മയ്ക്ക് എന്തറിയാം? അമ്മുമ്മയ്ക്ക് ജപം ചെയ്യാൻ അറിയാം. അമ്മുമ്മയ്ക്ക്, അപ്പൂപ്പന്, അച്ഛനും അമ്മയ്ക്കും എന്തറിയാം? ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ഭക്തന്മാർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സംശയമില്ലാതെ, അല്ലേ, സംശയം ഇല്ലാതെ അത് ഉൾക്കൊള്ളാനുള്ള ശക്തി ആർക്കുണ്ട്? നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർക്കുണ്ട്, ചുറ്റുമുള്ള ഭക്തന്മാർക്കുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമ്മളെ ചുറ്റുമുള്ള ഭക്തന്മാരും ഭക്തയൊക്കെ എല്ലാവരും മണ്ടന്മാരാണ്. എൻ്റെ കയ്യിലുള്ള സെൽഫോണാണ് ഏറ്റവും വലിയ ഉപകരണം. ഇതിൽ എനിക്ക് AI ഉണ്ട്, എനിക്ക് വാട്സാപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. 2 കൈ കൊണ്ട് ഇങ്ങനെ അടിക്കും. കണ്ടിട്ടുണ്ടോ? ചെറുപ്പക്കാരൊക്കെ അടിക്കുന്ന, മൊബൈൽ അടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തൊരു ഫാസ്റ്റ് ആണെന്നറിയാമോ? ചാറ പറന്ന് അടിക്കും. നമ്മൾ ചെറുപ്പക്കാർ മാത്രമല്ല, നമ്മൾ മോശമല്ല. എന്താണ്? ഇങ്ങനെ മെസ്സേജ് എടുത്ത് കൊടുക്കും. ഹലോ ഹലോ ഹലോ, ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഉണ്ടു, ഞാൻ ബീഫ് കഴിച്ചു, ഇതൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ഈ ഹോട്ടലിലുണ്ട്, ഈ സിനിമയ്ക്കുണ്ട്, ഈ റോയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ വാട്സപ്പിൽ ആധുനിക ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഒരു കളിപ്പാട്ടം പോലെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളുടെ കൂടെയുള്ള ഭക്തന്മാരെയും നമ്മളുടെ കൂടെയുള്ള ഭക്തമാരെയും നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് ജപിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എൻ്റെ മക്കൾ, ചിലവരുടെ മക്കൾ ജപിക്കുന്നുണ്ട്, പക്ഷെ അച്ഛനമ്മമാരോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം? ഭഗവത്ഗീത ക്ലാസ് ഞായറാഴ്ച ഉണ്ട്, എൻ്റെ മക്കൾക്ക് ഞാൻ പള്ളിച്ചലിൽ ഭഗവത്ഗീത ക്ലാസ്സിന് കൊണ്ട് വിടുകയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ആ പ്രഭു അല്ലെങ്കിൽ മാതാജി എന്ത് ചെയ്യും? കൊണ്ടുവിടും, അതേപടി അങ്ങ് പോകും. ഒരു കടിയും ഒരു കുടിയും കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് വരും. മക്കളെ, ഇന്നെന്ത് പഠിച്ചു? ഏത് ശ്ലോകം പഠിച്ചു? മക്കൾ പുരോഗമിക്കുകയാണ് ആത്മീയ ശാസ്ത്രത്തിൽ. നമ്മൾ ആധുനിക ശാസ്ത്രത്തിൽ താഴോട്ട് അധോഗച്ഛന്തി താമസം. അതുകൊണ്ട് ഈ ആധുനിക വൈജ്ഞാനം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അത് തെറ്റാണ് എന്നല്ല നമ്മൾ പറയുന്നത്. ഇന്നത്തെ കാലത്തിൽ അത് ശരിയായേക്കാം. നാളത്തെ കാലത്തിൽ 17-ാം നൂറ്റാണ്ടിലുള്ള ആധുനിക ശാസ്ത്രമല്ല ഇന്നത്തെ ആധുനിക ശാസ്ത്രം. ഇന്നത്തെ ആധുനിക ശാസ്ത്രമല്ല 50 വർഷം കഴിഞ്ഞിട്ടുള്ള ആധുനിക ശാസ്ത്രം, അല്ലേ? അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ സത്യം പരം ധീമഹി. ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദി അസ്യ യതഃ. മാറ്റമുണ്ടോ? 17-ാം നൂറ്റാണ്ടിലും ഓം നമോ ഭഗവതേ വാസുദേവായ സത്യം പരം ധീമഹി. 8-ാം നൂറ്റാണ്ടിലും ഓം നമോ ഭഗവതേ വാസുദേവായ അജ്ഞാനതിമിരാന്തസ്യ. മാറ്റമുണ്ടോ? ഇല്ല. 2050 മാറ്റമുണ്ടോ? ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യേതഃ സത്യം പരം ധീമഹി. മാറ്റമില്ല. വൈദിക ശാസ്ത്രം ഒരിക്കലും മാറുകയില്ല, അല്ലേ? പ്രഭുപാദ് ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ആ പോയിന്റ് അങ്ങ് വിട്ടുപോയി, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് താഴോട്ട് വന്നത്, എവിടെയോ പോയി ഞാൻ. പ്രഭുപാദിന്റെ സമയത്ത് 1960-കളിൽ, അല്ലേ, 2 ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞ് ഈ വമ്പൻ രാജ്യങ്ങളൊക്കെ അവരുടെ ആധുനിക ശാസ്ത്രം കാണിക്കുകയാണ്. ആദ്യം എനിക്ക് വെടിവെക്കാൻ അറിയാമെന്ന് പറഞ്ഞു, പിന്നെ ആറ്റം ബോംബിടാൻ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചുവല്ല, തുടങ്ങി. പിന്നെന്താണ്? ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്. പിന്നെ ഇപ്പോഴെവിടെയാണ് വന്ന് നിൽക്കുന്നത്? ന്യൂക്കിലാണ് വന്നത്. എന്താണ് ന്യൂക്ക്? ന്യൂക്ലിയർ ബോംബ്, അല്ലേ? എന്തുകൊണ്ടാണ് ഈ വടക്കൻ കൊറിയ എന്ന് പറയുന്ന ഈ രാജ്യം എല്ലാവരും പേടിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവർ പറയുന്നത് എന്താണ്? നമ്മളുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്, ഞാൻ ഒരു ഉണ്ട ഇട്ട് കഴിഞ്ഞാൽ ഈ ലോകമില്ലാതെയാകും, അല്ലേ? വലിയ വലിയ രാജ്യങ്ങൾ എന്താണ് പറയുന്നത്? അമേരിക്ക തുടങ്ങിയ വലിയ വലിയ രാജ്യങ്ങൾ എന്താണ് പറയുന്നത്? നമ്മളിവിടെ കൂടംകുളമുണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, അല്ലേ?
ഇതെല്ലാം എന്തിനാണ്? നമ്മൾ വിചാരിക്കും നമുക്ക് മെഡിസിനിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. കണ്ടില്ലേ പ്രഭു, ഈ ക്യാൻസറിനൊക്കെ ന്യൂക്ലിയർ മെഡിസിൻ വെച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. എന്ത് ശരിയാക്കാൻ പറ്റും? അതിന് എത്ര വിലയാണ്? 10 ലക്ഷം രൂപ വിലയാണ്. എൻ്റെ അച്ഛനെ ക്യാൻസർ ഉണ്ടായിരുന്നപ്പോൾ ന്യൂക്ലിയർ മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ അഡ്വൈസ് ചെയ്തു. അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കതിനുള്ള പൈസയും ഇല്ല. അച്ഛൻ ഗവൺമെന്റ് സർവൻ്റ് ആയിരുന്നു, പക്ഷെ ഗവൺമെന്റ് ഇതിന്ന് അവർക്ക് അത് കിട്ടും. 10 ലക്ഷം രൂപയാണെങ്കിലും അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും സെൻട്രൽ ഗവൺമെന്റിൽ. പക്ഷേ അത് അച്ഛൻ പറഞ്ഞു എനിക്ക് ആ സർക്കാരിന്റെ പൈസ എൻ്റെ ഇതിൽ ചെലവാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? സാധാരണ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് 10 ലക്ഷം രൂപ ചെലവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ? അവർ ഈ ആധുനിക വൈജ്ഞാനികം എന്ന് പറയുന്നത് തന്നെ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ സാമൂഹ്യ ജീവിതത്തിൽ ഇങ്ങനെ മെഡിക്കൽ ആപ്ലിക്കേഷൻ കൊണ്ടുവരാനും അതിനും ഇതിനുമൊക്കെയാണ് പറയുന്നത്. പക്ഷെ ശരിക്കും അവരുടെ ഹൃദയത്തിലുള്ളത് എന്താണ്? മറ്റ് ലോകത്തിനെ, മറ്റ് രാജ്യങ്ങളെ ഞാൻ കീഴടക്കണം, ആ രാജ്യങ്ങളെ ഞാൻ പേടിപ്പിക്കണം, അല്ലേ? പാകിസ്ഥാൻ എന്ത് പറയും? എൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് സത്യമാണോ അല്ലയോ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാവും. അതാണ് ഇന്നത്തെ വാചകം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ വെപ്പണാണ്, അല്ലേ? അതിന് മലയാളം എന്താണെന്ന് അറിയില്ല. എല്ലാവർക്കും ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. പരമാണു ശക്തിയോ അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ആറ്റം വേറെയാണ്, ആറ്റം ബോംബ്. ന്യൂക്ലിയർ അതിനേം കാട്ടി കൂടുതലാണ്. അപ്പോൾ ഈ 2 ലോകമഹായുദ്ധങ്ങൾ ഓരോ രാജ്യങ്ങളും സ്ഥാപിക്കുവാൻ നോക്കുകയാണ്. ഞാനാണ് വലുത്, അല്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക അല്ലെങ്കിൽ ചൈന വലുതെന്ന് പറയുന്നത്? അവർക്ക് ബഹിരാകാശ കേന്ദ്രമുണ്ട്, അവർക്ക് ബഹിരാകാശം പോകാനുള്ള ടെക്നോളജി ഉണ്ട്, അവരുടെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ട്. എന്താണ് ഈ വളർന്ന ദേശം എന്ന് പറയുന്നത്? എന്താണ്? ഈ കാര്യങ്ങളിലാണ് അവർ വളർന്ന ദേശം എന്ന് പറയുന്നത്. ഇത് നമുക്ക് സങ്കടകരമായ ഒരു കാര്യമാണ്. ശരിക്കും വളർന്ന ദേശം ആരാണ്? ഭാരതദേശമാണ് വളർന്ന ദേശം. ഭാരതദേശത്തിൽ ആധ്യാത്മിക പുസ്തകങ്ങളുണ്ട്. നമ്മളെ ഇവിടെ നിന്ന് വീണ്ടെടുത്ത് നമുക്ക് യഥാർത്ഥ നമ്മളുടെ സ്വരൂപത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ശക്തിയുള്ള നമ്മളുടെ കയ്യിൽ ഗ്രന്ഥങ്ങളുണ്ട്. ഇതിനേം കാട്ടി വലിയ ന്യൂക്ലിയർ വെപ്പൺ വേറെ മനുഷ്യന് ആവശ്യമില്ല, അല്ലേ? പുസ്തക വിതരണത്തിൽ പോകുമ്പോൾ ഭക്തന്മാർ പറയുന്നത് എന്താണ്? ഓരോ പുസ്തകവും ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് പോലെയാണ്, അല്ലേ? ആ വ്യക്തിയുടെ ജീവിതത്തിൽ അട്ടിമറിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിലും ഭാഗവതത്തിലും ചൈതന്യ ചരിതാമൃതത്തിലും എഴുതി വച്ചിരിക്കുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? ഇതാണ് ന്യൂക്ലിയർ വെപ്പൺ, ഇതാണ് അണുബോംബ് എന്ന് പറയുന്നത്. അണുബോംബ് എന്ന് പറയുന്നത് ജപ്പാനിൽ ഇട്ട കാര്യമല്ല അണുബോംബ്, ഇതാണ് ശരിക്കുമുള്ള അണുബോംബ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശരിക്കും വൈജ്ഞാനികന്മാർ, വിജ്ഞാനം തിരിച്ചറിഞ്ഞ വ്യക്തികൾ എന്ന് പറയുന്ന ഈ ഹാളിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങളാണ് ശരിക്കും വൈജ്ഞാനികന്മാർ. അല്ലാതെ ഇസ്രോയിലുള്ളതും നാസയിലുള്ളതും വ്യക്തി അവരെന്തെങ്കിലും ചെയ്താൽ അത് അമ്പരന്ന് കാണുന്ന വ്യക്തിയല്ല. മൊബൈലിൽ AI കണ്ട് അല്ലെങ്കിൽ മൊബൈൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ അവൻ വൈജ്ഞാനികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു തരത്തിലും വൈദിക ശാസ്ത്രപ്രകാരം അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഈ 2 ലോകമഹായുദ്ധം കഴിഞ്ഞിട്ടാണ് പ്രഭുപാദർ അമേരിക്കയിൽ കാലെടുത്ത് വെക്കുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിൽ അവിടെ സംഘർഷമാണ് അവിടെ, അല്ലേ? അടുത്ത എന്താണ് അവർ അടുത്ത കാര്യം ചെയ്യാൻ എന്താണ് തീരുമാനിച്ചത്? റഷ്യൻ ബഹിരാകാശ വിജ്ഞാനികൾ എന്താണ് ചെയ്തത്? അവർ അവിടെ സ്പുട്നിക് എന്ന് പറയുന്ന ഒരു റോക്കറ്റിനെ വിട്ടു, ബഹിരാകാശത്തിൽ വിട്ട് അത് നേരെ ചന്ദ്രഗ്രഹത്തിൽ പോയി വീഴുന്നു, അല്ലെ? ചന്ദ്രഗ്രഹത്തിൽ പോയി എത്തിച്ചു. അപ്പോൾ അമേരിക്കയിൽ അവർക്ക് അത് ചെയ്യണം, അത് അവരുടെ കോമ്പറ്റീറ്ററായ റഷ്യൻ അത് ചെയ്തു കഴിഞ്ഞു, അടുത്ത് നമ്മൾ ചെയ്യണം എന്നുള്ള ഒരു ആ കോമ്പറ്റീഷൻ മെന്റാലിറ്റിയാണ് വന്നത്. ഞാൻ സുപ്പീരിയർ ആണ്, അല്ലാതെ അവിടെ മെഡിക്കൽ ആപ്ലിക്കേഷനോ ഒന്നുമല്ല. എല്ലാം മറ്റവനെ എങ്ങനെ നമ്മൾ താഴ്ത്തുവാൻ സാധിക്കും, എന്നെ എങ്ങനെ ഉയർത്തുവാൻ സാധിക്കും ഭൗതികമായി. എൻ്റെ കയ്യിൽ ഇന്ന് ഡോളറിന് 100 രൂപയാണ്. ഈ പുച്ഛമായ ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ $1 100 രൂപയാണ്. എൻ്റെ 100 ഇരട്ടി പുച്ഛക്കാരനാണ് ഈ ഇന്ത്യൻ എന്നാണ് അമേരിക്ക വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. ശരിക്കുമുള്ളത് നമ്മൾ ഈ ഭാരതവർഷത്തിൽ ഭാരത് ഭൂമിത്തെ
മനുഷ്യ ജന്മ ഹൊയിലജായ് മനുഷ്യ ജന്മ സാർത്ഥക കരി കരോ പരോപകാർ. നമ്മൾ ആദ്യം നന്നാവണം. ഈ ഭാരതവർഷത്തിൽ നമ്മൾ ഇത്രയും ക്ഷേത്രങ്ങളും ഇത്രയും കുളങ്ങളും ഇത്രയും തീർത്ഥാടനങ്ങളും സാധുക്കളും നിറഞ്ഞ ഒരു ഭാരതവർഷത്തിലാണ്. ഒരു വർഷത്തിൽ 9-10 മാസം നമുക്ക് ഒരു കുഴപ്പവുമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന പാശ്ചാത്യ ദേശത്തിലേക്ക് 6 മാസം തണുപ്പാണ്, 6 മാസം അവർ പുറത്ത് നടന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ 6 മാസം അവർ അണ്ടർവെയർ ഇട്ടാണ് നടന്നു പോകുന്നത്. കാരണം അവർക്ക് ബാക്കി 6 മാസവും ഒരുപാട് തുണികൾ ഇട്ടാണ് മൂടി വയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സൂര്യപ്രകാശം കിട്ടിയ അവരെന്ത് ചെയ്യും? എല്ലാം അങ്ങ് ഊരിയിടും. അതാണ് അവരുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത്. അതല്ല ഭാരതീയ സംസ്കാരം. നമ്മളെല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാരനെ കണ്ടാൽ എന്ത് മനസ്സിലാവും? ആ നിക്കറ് നന്നായിട്ടങ്ങ് താഴ്ത്തി ഇട്ടിരിക്കും അല്ലേ? നന്നായിട്ടങ്ങ് താഴ്ത്തിയിട്ടിരിക്കും. കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരിനെ എന്നെ കണ്ടാൽ എന്ത് മനസ്സിലാവും? ആ ഇരിക്കുന്ന ആ ഷർട്ട് അതിൽ നിന്നാണ് കട്ട് ബോട്ടമാ, എന്തൊക്കെയോ പേരുണ്ട് അതിന്. അത് ഇതുവരെ കാണത്തുള്ളൂ. അതിനോട്ടുള്ള താഴെ എല്ലാം കാണാൻ പറ്റും അല്ലേ? ഒരു അണ്ടർവെയറും ഇട്ട് ഒരു പകുതി തുണിയും ഇട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. അതാണ് നമ്മൾ ഇനി താമസിയാതെ നമ്മൾ അതും ഊരിക്കളയും. ഒരു സമയം വരും. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ കാണിക്കാൻ തുടങ്ങി, ബാക്കൊക്കെ കാണിക്കാൻ തുടങ്ങി, വയറൊക്കെ കാണിക്കാൻ തുടങ്ങി. നമ്മളെ ചെറുപ്പക്കാരാണെങ്കിൽ ചന്തി കാണിക്കാൻ തുടങ്ങി അല്ലേ? പിന്നെ നമ്മളെ ചെറുപ്പക്കാർ മാത്രമല്ല, നമ്മളുടെ സാധാരണ പുരുഷന്മാർ തന്നെ ഷർട്ടെല്ലാം ഊരിയിട്ട് മുണ്ടെല്ലാം മടക്കി കെട്ടി അല്ലേ? മുണ്ട് മടക്കി കെട്ടി ചിലപ്പോൾ ജട്ടിയൊക്കെ അകത്ത് കാണാൻ പറ്റും. അങ്ങനെയാണ് മുണ്ടൊക്കെ മടക്കി കെട്ടിക്കൊണ്ട് പോകുന്നത്. ഇതൊക്കെ പാശ്ചാത്യ ദേശത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രഭുപാദർ കാലെടുത്ത് വെക്കുന്നത് അമേരിക്കയിൽ 1960-കളിലാണ്. ഈ അമേരിക്ക റഷ്യൻ ബഹിരാകാശ കേന്ദ്രം, അവിടെ റോക്കറ്റ് നിക്ഷേപിച്ചു, അതിനെ ഞാൻ തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ ചന്ദ്രനിലോട്ട് പോകാൻ വേണ്ടി അപ്പോളോ അല്ലെ? അപ്പോളോ വിമാനം അതിന് തയ്യാറാക്കാൻ വേണ്ടിയാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ചന്ദ്രലോകത്തിലേക്ക് പോയി കഴിഞ്ഞു എന്നാണ് അമേരിക്ക അതിന് ക്ലെയിം ചെയ്യുന്നത്. ഇവിടെ പ്രഭുപാദ് പറയുന്നത് ആധുനിക വിജ്ഞാനികൾ പറയുന്നത് അവർ ചന്ദ്രഗ്രഹത്തിലേക്ക് പോയി. പക്ഷെ ഇതെല്ലാം നമുക്ക് സ്വീകരിക്കാൻ വിഷമമുണ്ട്. കാരണം ചന്ദ്രഗ്രഹം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം അനുസരിച്ച് 2,40,000 മൈലാണ് ദൂരമുള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2,00,000 യോജനമാണ് പൊക്കത്തിലുള്ളത് ചന്ദ്രഗ്രഹം എന്ന് പറയുന്നത്. 3 ദിവസം കൊണ്ട് ഇവിടുന്ന് ചന്ദ്രഗ്രഹത്തിലേക്ക് പോകാൻ പറ്റും എന്നാണ് ആധുനിക വൈജ്ഞാനികന്മാർ പറയുന്നത്. പക്ഷെ ചന്ദ്രനിലോട്ട് പോകണമെങ്കിൽ 6 മാസം കുറഞ്ഞതെടുക്കും എന്നാണ് വൈദിക ശാസ്ത്രം പറയുന്നത്. ഇപ്പോൾ 3 ദിവസം എവിടെ ഉണ്ട്, 6 മാസം എവിടെ ഉണ്ട്? അപ്പോൾ ഇവരൊക്കെ പോയത് ശരിക്കും ചന്ദ്രഗ്രഹത്തിലാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ പോയിട്ട് അത് ഞാൻ ചന്ദ്രനാണ് എന്നിവിടെ അത് സ്ഥാപിക്കാൻ വേറെ ആരുമില്ലല്ലോ അല്ലെ? ഒരു ഗ്രഹത്തിൽ പോയി അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതാണ് ചന്ദ്രഗ്രഹം അല്ലേ? ആരും പോവാത്ത ഒരു ദേശമായിരുന്നു കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക അല്ലേ? അദ്ദേഹം അത് ഈസ്റ്റ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്, വെസ്റ്റ് ഇന്ത്യൻ എന്നാണ് പറഞ്ഞത് അല്ലേ? അദ്ദേഹം അവിടെ പോയി പറഞ്ഞു ഇത് വെസ്റ്റ് ഇന്ത്യ ആണ്. ഞാൻ ഇന്ത്യനെ അന്വേഷിച്ച് പോയി, ഞാൻ കണ്ടപ്പം ഒരു ലാൻഡ് കണ്ടു, അതാണ് ഇന്ത്യ. അത് എൻ്റെ വെസ്റ്റ് പടിഞ്ഞാറേ ഭാഗത്തിലുള്ളതുകൊണ്ട് അതിന് വെസ്റ്റ് ഇന്ത്യ, അതാണ് ഇന്നത്തെ വെസ്റ്റ് ഇൻഡീസ് അല്ലേ? ആരും വരാത്തത് കൊണ്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചു. അതുപോലെയാണ് ഈ അമേരിക്കക്കാരും റഷ്യൻകാരും ഏതോ ഒരു ഗ്രഹത്തിൽ പോയി പൊടി പിടിച്ചിരിക്കുന്ന ഏതോ ഒരു ഒരു കോമറ്റോ അങ്ങനെ എവിടെയോ പോയിട്ട് അത് ചന്ദ്രഗ്രഹമാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നു. ഇതെല്ലാം വൈദിക ശാസ്ത്രം അനുസരിച്ച് എല്ലാത്തിനെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പ്രഭുപാദ് പറയുന്നു. ഞാൻ അവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ നല്ല ചോദ്യമാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, കേൾക്കാൻ പറ്റാത്തവർക്ക്. പ്രഭു ചോദിക്കുന്നത്, ഇന്നത്തെ യുഗത്തിൽ നമ്മളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നത്, പുസ്തകത്തിൽ പഠിക്കുന്നത് ഈ ജോഗ്രഫി അല്ലെങ്കിൽ ഭൂഗോള ശാസ്ത്രം, അതിനെക്കുറിച്ച് പഠിക്കുന്നത് തികച്ചും ആധുനിക ശാസ്ത്രം അടിസ്ഥാനപരമാക്കിയാണ് അവർ പഠിക്കുന്നത്. പക്ഷേ ഭക്തന്മാരുടെ കുട്ടികൾ, ഇവിടെ ഭഗവത്ഗീത ക്ലാസ്സിനും മറ്റും വരുന്ന കുട്ടികളുടെ കുട്ടികൾ കൃഷ്ണാവബോധത്തിൽ താല്പര്യമുള്ളത് അല്ലെങ്കിൽ അത്
ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന കുട്ടികൾ, ഇവർ രണ്ടും പഠിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ പോയാൽ ആധുനിക ശാസ്ത്രം അടിസ്ഥാനപരമാക്കി പഠിക്കുന്നുണ്ട്, അതേസമയം ഭാഗവതത്തിൽ തികച്ചും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? ഇത് രണ്ടും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം അനുഭവിക്കുന്നവരാണ്. നമ്മളെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്കും ഈ സംശയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളുടെ കുട്ടികൾക്കും ഈ സംശയം കാണും. അപ്പോൾ ഈ സംശയം ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമ്മളുടെ ബുദ്ധിയുടെ കൂർമ്മയെ അതിനെ ഷാർപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഭൗതിക ജോഗ്രഫി പഠിക്കുമ്പോൾ അത് ശരിയാണ്, പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുന്നതെല്ലാം നമ്മൾ കാണാപാഠം പഠിച്ച് അത് നമ്മളുടെ മനസ്സിൽ ഉൾക്കൊള്ളും. ഭാഗവതം ക്ലാസ്സിൽ വന്ന് നമ്മൾ ഉറങ്ങും. ഇപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചില മാതാപിതാക്കൾ, ചില വ്യക്തികൾ എന്ത് ചെയ്യും, കുട്ടികളായാലും മാതാപിതാക്കളായാലും ആരായാലും ഏത് വ്യക്തികളായാലും, നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും, കാരണം നമ്മൾ പരീക്ഷയൊക്കെ പഠിച്ചെഴുതിയതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ആർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടും ഒരു ബാധ്യതയില്ല. ഞാൻ ഇന്ന് ഭാഗവതം ക്ലാസ് കേട്ടു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കാൻ പോകുന്നുണ്ടോ, ഇന്ന് എന്ത് കേട്ടു അല്ലേ, ഇന്ന് എന്ത് കേട്ടു, ഇന്ന് എന്തൊക്കെ പോയിന്റ് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ശരിക്കും ഭക്തന്മാർ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യേണ്ടതാണ്. എല്ലാ ഭാഗവതം ക്ലാസ്സും കഴിഞ്ഞിട്ട് ആ ഭാഗവതം ക്ലാസ്സിൽ എന്ത് ചർച്ച ചെയ്യപ്പെട്ടു, അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അതിലുള്ള പോയിന്റ്സുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. സാരമില്ല, അത് നമ്മൾ ക്രമേണ അത് ചെയ്തുകൊള്ളും. അപ്പോൾ ഇതൊന്നും കേൾക്കാതെ ഭാഗവതം ക്ലാസ്സിലൊന്ന് ഉറങ്ങിയ വ്യക്തിക്ക് ഒരു വശം മാത്രമേ കേൾക്കുന്നുള്ളൂ, ഭൗതിക ശാസ്ത്രം മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ കുട്ടിക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ആ പാവപ്പെട്ട കുറച്ച് വ്യക്തികൾ, ശ്രദ്ധയോടെ കേൾക്കുന്ന ആ പാവപ്പെട്ട കുറച്ച് വ്യക്തികൾ, അത് കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി, അവർ ഇതും അറിയാം, ഇതും കേട്ടു, അതും കേട്ടു, അയ്യോ ഇനിയിപ്പോൾ ഏതാണ് ശരി എന്ന് തോന്നിപ്പോകും. അതാണ് പ്രഭുവിൻ്റെ ചോദ്യം. നമ്മൾ കണ്ണു മുമ്പിൽ കാണുന്ന കാര്യങ്ങളാണ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഈ ആധുനിക വിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ശരിയല്ല അല്ലെ, ഇംപെർഫെക്റ്റ് സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദർ ഉപദേശാമൃതത്തിൽ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? 4 ഡിഫെക്ട്സ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. നമ്മളുടെ സാമാന്യ മനുഷ്യ ജീവിതത്തിൽ 4 തെറ്റുകളുണ്ട്. എന്താണ്? ദോഷങ്ങളുണ്ട്. എന്താണ് ഒരു ദോഷം? ഈ പറയുന്ന ദോഷം, ഇംപെർഫെക്റ്റ് സെൻസസ്. കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ. എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ നിരീശ്വരവാദന്മാർ പറയുന്നത് എന്താണ്? നീ എന്നെ ദൈവത്തിനെ കാണിച്ചതാ, ഞാൻ ദൈവത്തിനെ വിശ്വസിക്കാം. എൻ്റെ മുമ്പിൽ ദൈവത്തിനെ കൊണ്ട് കാണിച്ചതാ, ഞാൻ വിശ്വസിക്കാം. നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? വലിയ വലിയ സ്വാമിമാരുടെ അടുത്ത് പോയൊക്കെ സംസാരിക്കും. നീ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ? നീ ഹിമാലയത്തിൽ 200 വർഷം ജപിച്ചിട്ടുണ്ടോ? നീ ദൈവത്തിനെ കണ്ടോ? പ്രകാശത്തിനെ കണ്ടോ? ഒയ്യോ അല്ലേ, കണ്ടോ 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 കാണാത്തത് വിശ്വസിക്കില്ല. വേദങ്ങൾ എന്താണ് പറയുന്നത്? ശ്രുതി എന്നാണ് പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾക്കുക, കേട്ടറിവ് അല്ലേ, അതാണ് ശ്രുതി മന്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ എന്ത് പറയുന്നില്ല? ദൃഷ്ടി എന്ന് പറയുന്നുണ്ടോ? എവിടെയെങ്കിലും വേദം ദൃഷ്ടി എന്ന് പറയുന്നുണ്ടോ? ദൃഷ്ടി എന്ന് പറയുന്നില്ല അല്ലേ, ശ്രുതി എന്നേ പറയുന്നുള്ളൂ. കേൾക്കുക. നിനക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ ആദ്യം കേൾക്കുക. ശബ്ദബ്രഹ്മൻ അല്ലേ. എന്തുകൊണ്ടാണ്? നിനക്ക് അടിസ്ഥാനപരമായി 4 ദോഷങ്ങളുണ്ട്. അതിൽ ഒരു ദോഷമാണ് എന്താണ്? ഇംപെർഫെക്റ്റ് സെൻസസ്. നിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ച്യുതമായ കാര്യങ്ങളാണ് അല്ലേ, ച്യുതിയുള്ള കാര്യങ്ങളാണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. നാളെ എൻ്റെ കണ്ണില് കാറ്ററാക്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് കാണാൻ പറ്റുമോ? അല്ല. അപ്പൊ ഞാൻ കാണുന്നതൊക്കെ എപ്പോഴും ശരിയാവണമെന്നുണ്ടോ? ഇല്ല. ഞാൻ കേൾക്കുന്നതൊക്കെ എപ്പോഴും ശരിയാവണമെന്നുണ്ടോ? ഇല്ല.
ഞാൻ കേട്ടാൽ മാത്രമേ അത് അംഗീകരിക്കൂ, അല്ലേ? ഞാൻ തൊട്ടാൽ മാത്രമേ അംഗീകരിക്കൂ. ഇതൊക്കെ സെൻസസ് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുന്നത്, ഇന്ദ്രിയങ്ങൾ, അല്ലേ? ഈ ഇന്ദ്രിയങ്ങളെല്ലാം അതിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മാത്രം വിശ്വസിക്കുന്നവരാണ് ആരാണ്? മനസ്സിനെ പോലും വിശ്വസിക്കത്തില്ല ആര്? ഭൗതിക ശാസ്ത്രജ്ഞന്മാർ. അവരെഴുതിയ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ സ്കൂളിലിരുന്ന് പഠിക്കുന്നത്. പക്ഷെ വേദം എന്താണ് പറയുന്നത്? ശ്രുതിശാസ്ത്രം, കേട്ടറിയുക. എന്താണ് കേട്ടറിയുന്നത്? ശ്രുതി മന്ത്രം, ശ്രുതിശാസ്ത്രം, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ, അതിനെ നീ ഉറച്ച് വിശ്വസിക്കുക, അല്ലേ? ഇംപെർഫെക്റ്റ് സെൻസസ്. പിന്നെന്താണ്? ടെൻഡൻസി ടു ചീറ്റ്. ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, നമ്മളെ വഞ്ചിക്കാൻ നോക്കുകയാണ്. ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ തീറ്റിച്ച് വളർത്തുന്നത് ആരാണ്? ഈ വലിയ വലിയ രാഷ്ട്രമാണ്. ഈ വലിയ വലിയ പൈസയുള്ള അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ ഉൾപ്പെടെ. നമ്മളുടെ ബഡ്ജറ്റിൽ ഒരു വലിയ ഭാഗം തന്നെ കൊടുക്കുന്നത് ആർക്കാണ്? ഈ ശാസ്ത്രജ്ഞന്മാർക്കും മിലിറ്ററിക്കാർക്കുമാണ് കൊടുക്കുന്നത്. ബാക്കി പകുതി ഭാഗമേ എന്താണ് നമുക്ക് ആനുകൂല്യങ്ങളായിട്ട് ലഭിക്കുന്നുള്ളൂ, അല്ലേ? രൂപഗോസ്വാമി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? തൻ്റെ സ്വത്തിന്റെ പകുതി ഭാഗം ആർക്കാണ് കൊടുക്കേണ്ടത്? ശാസ്ത്രജ്ഞന്മാരെ കൊടുക്കണം, അല്ലേ? അല്ല, ആർക്കാണ് കൊടുക്കേണ്ടത്? ഭക്തന്മാർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മളുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? പകുതി സ്വത്തും 70% സ്വത്തും കൊടുക്കുന്നത് മിലിറ്ററിക്കും സയന്റിസ്റ്റിനുമാണ് കൊടുക്കുന്നത്. എന്താണ് അവർക്ക് ഇതിനകത്തുള്ള ഒരു നോട്ടം എന്ന് പറയുന്നത്? എനിക്ക് വേറെ രാജ്യത്തിന്, എനിക്ക് പാകിസ്ഥാനെ തോൽപ്പിക്കണം, എനിക്ക് അമേരിക്കയെ തോൽപ്പിക്കണം, എനിക്ക് ചൈനയെ തോൽപ്പിക്കണം. ഇതാണ് അവരുടെ മോട്ടീവ്. എൻ്റെ രാജ്യത്തിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ ആത്മീയജ്ഞാനം വളർത്താൻ വേണ്ടി അവർ അമ്പലങ്ങൾ പണിയുവാൻ പൈസ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും പൈസ കൊടുക്കാമോ? അത് കൊടുക്കത്തില്ല. പൈസ എല്ലാം കൊടുക്കുന്നത് എവിടെയാണ്? ആധുനിക ശാസ്ത്രത്തിനാണ്. എന്തിനാണ്? മറ്റു രാജ്യത്തിനെയും കാട്ടി ഞാൻ തോൽപ്പിച്ച് ഞാനാണ് മുമ്പിലോട്ട് എന്ന് കാണിക്കണം. അതാണ് അവരുടെ ഗവൺമെന്റ്. ഏത് ഗവൺമെന്റ് ആയാലും, ഇന്ന പാർട്ടിയോ ഇന്ന രാജ്യമോ അല്ല, ഏത് രാജ്യവും ഏത് പാർട്ടിയുമായാലും അവരുടെ ഹിതം എന്ന് പറയുന്നത് ആ രാജ്യത്തിനെ നിലനിർത്തുക, മറ്റൊരു രാജ്യത്തിനെയും കാട്ടി ആ രാജ്യത്തിനെ പൊക്കിപ്പിടിക്കുക, അല്ലെങ്കിൽ മറ്റു രാജ്യത്തിനെ താഴ്ത്തിപ്പിടിക്കുക എന്നതാണ്. അപ്പൊ അവിടെ ഉള്ളത് ടെൻഡൻസി ടു ചീറ്റ്. നമ്മളുടെ സർക്കാർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ശാസ്ത്രജ്ഞന്മാർ, നമ്മളെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ എന്താണ്? ഇംപെർഫെക്റ്റ് സെൻസസ്. ഇന്ദ്രിയങ്ങൾ ചുതിയുള്ളവയാണ്. ശാസ്ത്രജ്ഞന്മാരുടെ ഇന്ദ്രിയങ്ങൾ ചുതിയുള്ളവയാണ്. ടെൻഡൻസി ടു ചീറ്റ്, അല്ലേ? ടെൻഡൻസി ടു മേക്ക് മിസ്റ്റേക്സ്, തെറ്റുകൾ. എന്താണ് ഐൻസ്റ്റൈൻ എന്താണ് പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഞാൻ ഒരു ബൾബ് കത്തിക്കാൻ ഞാൻ മനസ്സിലാക്കി. എങ്ങനെയാണ്? 99 പ്രാവശ്യം ഞാൻ അത് തെറ്റുകൾ ആവർത്തിച്ചു. 100ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ആ ബൾബ് കത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അവിടെ 99ആണോ വലുത്, 1ആണോ വലുത്? 99ആണ് വലുത്. ടെൻഡൻസി ടു മേക്ക് മിസ്റ്റേക്സ്, അതായത് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം, അതാണ് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കൂടുതലുള്ളത്. നമ്മളുടെ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ പണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഞാനൊക്കെ ജോഗ്രഫി പഠിക്കുമ്പോൾ പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്ലൂട്ടോ ഇല്ല, കാണാനില്ല. അത് ഗ്രഹമായിട്ട് അംഗീകരിക്കുന്നില്ല. അതിനൊരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് അവർ, ഡ്വാർഫ് ഓബ്ജക്റ്റ് ആയിട്ടാണ് ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ആധുനിക ശാസ്ത്രം ഇത് ശരിയാണ്, പ്ലൂട്ടോ 9 പ്ലാനറ്റ്, ആദ്യം സൂര്യൻ നടുക്കൊണ്ട് എർത്ത്, മാർസി, ജൂപ്പിറ്റർ, സാറ്റൻ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു നടന്നു. പരീക്ഷയ്ക്ക് എഴുതി 100ന് 100 കിട്ടി, പാസ്സായി. ജോഗ്രഫിയിലൊക്കെ 100 കിട്ടി. പക്ഷെ ഇന്ന് ആ പ്ലൂട്ടോ എന്തെന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 100 കിട്ടൂല, 99 കിട്ടുള്ളൂ. കാരണം ആ പ്ലാനറ്റ് ഇപ്പോൾ ഇല്ല. ആധുനിക ശാസ്ത്രം താഴോട്ട് പോയി, തെറ്റുകൾ സംഭവിച്ചു. ഇന്ന് ശരിയുള്ളത് നാളെ തെറ്റാകും, നാളെ ശരിയുള്ളത് മറ്റന്നാളെ തെറ്റാകും. എന്ത് മാറത്തില്ല? വൈദിക ശാസ്ത്രം ഒരിക്കലും മാറത്തില്ല. പിന്നെ 4ാമത്തെ ദോഷം എന്താണ്? ടെൻഡൻസി ടു മേക്ക് മിസ്റ്റേക്സ്, ഇല്യൂഷൻ. നമ്മൾ ഭ്രമത്തിലാണ്, അല്ലേ? നമുക്ക് ഈ ഭൗതിക ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഭ്രമത്തിലാകുന്നു.
ഞാനാണ് ഈ മിഥ്യാ അഹങ്കാരം അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആത്മാവല്ല, ഞാൻ ഈ ശരീരം എന്ന് പറയുന്ന ആ വേരിലുള്ള ആ മിഥ്യാ അഹങ്കാരം, നമ്മൾ ആത്മാവിനെ ചുറ്റുമുള്ള ആ ഒരു ക്ലൗഡ്, ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നസ്, അതിനെ ഫിൽറ്റർ ആക്കി വെച്ചിരിക്കുകയാണ് മിഥ്യാ അഹങ്കാരം. ഞാനാണ് ഈ ഭൗതിക ശരീരം, ഞാനാണ് ഈ മനസ്സ്, ഞാനാണ് ഈ ബുദ്ധി, ഞാൻ കണ്ടുപിടിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന വസ്തുക്കളാണ് ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടത്, അല്ലേ? ഈ ബുദ്ധി എന്ന് പറയുന്ന കാര്യം ശാസ്ത്രജ്ഞന്മാരുടേതാണ്. അത് എതിന്റെ കീഴിലാണ്? മിഥ്യാ അഹങ്കാരത്തിന്റെ കീഴിലാണ്. അവർ അതുകൊണ്ട് ഭ്രമത്തിലാണ്. 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ആധുനിക ശാസ്ത്രന്മാർ, ഞാൻ ഹാർഷായിട്ടുള്ള വേർഡ് തന്നെ ഉപയോഗിക്കാം, മൂഢന്മാരാണ്, അല്ലേ? നാളെ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയും? 4 കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, എപ്പോഴും വൈദിക ശാസ്ത്രത്തിനെ പൊക്കിപ്പിടിക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ആധുനിക ശാസ്ത്രം ഇന്ന് നമ്മളുടെ മുമ്പിൽ ഗ്ലോ വാംസ് ആയിട്ട് ഇന്ന് ചിലപ്പോൾ തിളങ്ങുന്നുണ്ടാവും. പക്ഷേ കൃഷ്ണ സൂര്യസമ മായാ ഹയ അന്ധകാർ, യഹാ കൃഷ്ണ തഹാ നഹി മായാര അധികാർ, അല്ലേ? ചൈതന്യ ചരിതാമൃതത്തിൽ എന്താണ് പറയുന്നത്? കൃഷ്ണ സൂര്യസമ, സൂര്യനെ പോലെയാണ് കൃഷ്ണനുള്ളത്. ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ എന്തുപോലെയാണ്? ഗ്ലോ വാംസ്. അതിന് മലയാളത്തിൽ എന്ത് പറയും? വെളിച്ചപ്പൂച്ചിയ, വെളിച്ച കിടു, എന്ത് പറയും? ഈ രാത്രി ഞാൻ പണ്ട് ട്രെയിനിലൊക്കെ പോകുമ്പോ ഈ രാത്രി ഇങ്ങനെ മിന്നാപ്പൂച്ചി, മിന്നാപ്പുഴുവാ, മിന്നാമിന്നിനെ പോലെയാണ് ഈ ആധുനിക ശാസ്ത്രജ്ഞന്മാർ. ഇന്ന് ചിലപ്പം AI-യും ChatGPT-യും വലിയ 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 സാധനങ്ങളാണെന്ന് നമുക്ക് തോന്നിയേക്കാം. എൻ്റെ കയ്യിൽ iPhone 17 Pro, G Pro, 6 Pro ഒക്കെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ 17 മാറി നാളെ ഒരു 34 ആകും. ഈ 17 ആർക്കും വേണ്ടാതെ ആകും, അല്ലേ? എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് ആധുനിക ശാസ്ത്രം. അപ്പൊ 4 ദോഷങ്ങൾ ഉള്ളതാണ് ആധുനിക ശാസ്ത്രം. അപ്പൊ എന്തൊക്കെയാണ്? ആദ്യത്തെ ദോഷം എന്താണ്? ഇംപെർഫെക്റ്റ് സെൻസസ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ ചുതിയുള്ളവയാണ്. രണ്ടാമത്തെ ദോഷം എന്താണ്? ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, നമ്മൾ വഞ്ചിക്കാൻ ആധുനിക ശാസ്ത്രജ്ഞന്മാർ പ്ലാനിട്ട് പൈസകൾ ചെലവാക്കി നമ്മളെ വഞ്ചിക്കാൻ നോക്കുകയാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യങ്ങൾ, വലിയ വലിയ രാജ്യങ്ങൾ, സമ്പന്ന രാജ്യന്മാർ, ഇവരെല്ലാവരും പൈസ കൊടുത്ത് തീറ്റിച്ച് അതിനെ, ആ ഒരു പേപ്പട്ടീനെ വളർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹാർഷായിട്ട് പറഞ്ഞേക്കാം പേപ്പട്ടി എന്ന് പറഞ്ഞു, ഓക്കെ? പക്ഷെ അത് പറയേണ്ടിയിരിക്കുന്നു. പ്രഭുപാദ് ഇതിനെയും കാട്ടി അതിഘോരമായ വാക്കുകളാണ്, റാസ്കൽ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, വഞ്ചിക്കാൻ നോക്കുകയാണ് ഇവർ നമ്മളുടെ മുമ്പിൽ ഇതുപോലെ മിന്നാമിന്നിയെ കാണിച്ചിട്ട് അവർ നമ്മളെ ചതിക്കാൻ നോക്കുകയാണ്. മൂന്നാമത്തെ എന്താണ്? ടെൻഡൻസി ടു മേക്ക് മിസ്റ്റേക്സ്, നമ്മളെ തെറ്റ് ആവർത്തിച്ച് ഐൻസ്റ്റൈൻ തന്നെ 99 തവണ തെറ്റ് ചെയ്തിട്ടാണ് ഒരു ശരി കണ്ടുപിടിച്ചത്. ആ 99 തവണ തെറ്റ് ചെയ്യാൻ ആര് പൈസ കൊടുത്തു? എവിടെ നിന്ന് ആ പൈസ വന്നു? അല്ലേ? തെറ്റുകൾ ചെയ്യാനാണോ? ഇതെന്താണ്? പരമ്പരാഗതമായ ജ്ഞാനം. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേന മഹത യോഗോ നഷ്ടപരന്തപ. ഇത് പരമ്പരാഗതമായ ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ 5-ാമത്തെ സ്കന്ധം നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നമുക്ക് പാട് എന്നൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഇത് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ശാസ്ത്രജ്ഞൻ, ഈ ഭൗതിക ശാസ്ത്രജ്ഞൻ നമ്മളുടെ ഒരു മനസ്സിലുണ്ട്, നമ്മളുടെ ആത്മീയ ശാസ്ത്രജ്ഞനായ നമ്മളുടെ ആത്മാവ് ഉള്ളിലുണ്ട്. ഇവർ തമ്മിലുള്ള നമ്മളുടെ അകത്തിലുള്ള ഒരു പോരാണ്. അല്ലാതെ ബാഹ്യമായ വ്യക്തിയോ ബാഹ്യമായ ഇന്ന ശാസ്ത്രജ്ഞനോ ഇന്ന ശാസ്ത്രജ്ഞയോ ഇന്ന രാജ്യമോ ഇന്ന പ്രധാനമന്ത്രിയോ അല്ല അവിടെ കുറ്റം. നമ്മളുടെ ഹൃദയത്തിൽ നമുക്കൊരു വിശ്വാസമില്ല, നമുക്ക് 100 സംശയമാണ്. നമ്മളുടെ കണ്ണിന് മുമ്പ് കാണുന്നത് മാത്രമേ സത്യം എന്ന് വിചാരിക്കുന്ന നമ്മളുടെ ഉള്ളിലാണ്. ആദ്യം നമ്മളാണ് മാറേണ്ടത്. നമ്മളുടെ ഉള്ളിലുള്ള ആ ഭാവം, ഈ വൈദിക ശാസ്ത്രങ്ങളിൽ വിശ്വാസം ഉറച്ചു നിൽക്കേണ്ടത് അങ്ങനെയാണ്. ഹരേ കൃഷ്ണ പറഞ്ഞു.
അതായത് പ്രഭു പറയുന്നത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ, ആ പ്രവൃത്തിയെ ദൈവം അംഗീകരിക്കുന്നില്ലേ, അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അല്ലേ? പദ്ധതിയുടെ ഭാഗം എന്താണ്? ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ആണോ? പ്രഭുവിന്റെ ചോദ്യം, ഈ ശാസ്ത്രജ്ഞന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം അനുവദിച്ചിട്ടല്ലേ, ശ്രീകൃഷ്ണൻ അനുവദിച്ചിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? അവരിലൂടെ വരുന്ന കാര്യങ്ങളും ഒരു വിധത്തിൽ ദൈവത്തിന്റെ സൃഷ്ടി തന്നെയല്ലേ എന്നാണ് പ്രഭു പറയുന്നത്. ശരിയാണോ? ഇതാണോ ചോദിക്കുന്നത്? ചോദ്യം ശരിയാണോ? അപ്പോൾ പ്രഭു പറയുന്നത്, അങ്ങനെ ഈ വിമർശിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഈ വിമർശിച്ച കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവദിക്കുന്ന ആ ദൈവത്തിന് പരിമിതി ഉണ്ടല്ലോ, ഇത് ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ എന്നാണ് പ്രഭുവിന്റെ ആ വാദം എന്ന് പറയുന്നത്. ചോദ്യം മനസ്സിലായല്ലോ അല്ലേ എല്ലാവർക്കും? എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇത് ചെയ്യാൻ അനുവദിക്കുന്നത്, ദൈവം അനുവദിക്കുന്നത് എന്നാണ് പ്രഭുവിന്റെ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാത്മാവ്, നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവ് സമൂഹം സർവഭൂതേഷു, എല്ലാ വ്യക്തികളെയും നമേ ദ്വേഷസ്ഥിന പ്രിയ, ആരെയും വെറുക്കുന്നില്ല, ആരെയും സ്നേഹിക്കുന്നുമില്ല. അവിടെ ഫ്രീ വില്ലാണ്. അതായത് ശരിക്കുമുള്ള പ്രേമം, ശ്രീകൃഷ്ണൻ നമ്മളോടുള്ള പ്രേമം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ആ ചെറിയ ഒരു സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ ഫ്രീ വിൽ എന്ന് പറയും. എല്ലാ ജീവരാശികൾക്കും ഒരു ഫ്രീ വിൽ ഉണ്ട്. ഒരു കടുവ ഒരു മാനിനെ പിടിക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്, ഒരു ബൈനോക്കുലർ വെച്ചിങ്ങനെ കാണുകയാണ്. ഹിംസ നല്ലതാണോ അല്ലയോ? ഹിംസ നല്ലതാണോ അല്ലയോ? നല്ലതല്ല. എല്ലാവർക്കും അറിയാം ഹിംസ നല്ലതല്ല. പക്ഷേ ആഫ്രിക്കയിൽ പോയി നമ്മളിങ്ങനെ ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഒരു കടുവ ഒരു മാനിനെ അടിച്ചു കൊല്ലുന്നു, ഹിംസ നടക്കുകയാണ്, ഘോരമായ ഹിംസ. ആ മാൻ അവിടെ കിടന്ന് പിടച്ച് മരിക്കുന്നു അല്ലേ? ഇതെങ്ങനെ ദൈവം അനുവദിക്കുന്നു? ആ മാനിന്റെ ഹൃദയത്തിലുള്ള പരമാത്മാവായ ശ്രീകൃഷ്ണനല്ലേ ആ കടുവയിലുള്ള ഹൃദയത്തിൻ്റെ ഉള്ള പരമാത്മാവായ ശ്രീകൃഷ്ണൻ? അതേ ശ്രീകൃഷ്ണ പരമാത്മാവല്ലേ ഈ വൈജ്ഞാനികന്റെ ഹൃദയത്തിലുമുള്ളത്? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് അനുവദിക്കുന്നത്? കാരണം ആ ഒരു ദേഹം, ആ ഒരു ഭൗതിക ദേഹം ആ കടുവയ്ക്ക് കിട്ടിയത് കൊണ്ട് ആ ഭൗതിക ദേഹത്തിൽ ആ കടുവയ്ക്ക് ഇറച്ചി കഴിക്കാനുള്ള ഒരു പ്രാവീണ്യമാണുള്ളത്. അത് ഭഗവാനായിട്ട് ശ്രീകൃഷ്ണനായിട്ട് പറഞ്ഞിട്ടില്ല കടുവയുടെ അടുത്ത് നീ കടുവയാകണം, നീ ഈ മാനിനെ വെട്ടിക്കൊല്ലണം, നീ കഴിക്കണം എന്ന് ഒരിക്കലും ആ ആത്മാവ്, ആ കടുവയുടെ ഹൃദയത്തിലുള്ള ആത്മാവിനോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ ആത്മാവിനെ എങ്ങനെയെങ്കിലും വീണ്ടെടുത്ത് വൈകുണ്ഠധാമത്തിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ആ ഹൃദയത്തിലുള്ള പരമാത്മാവിന്റെ നോട്ടം എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ദേഹം, ആ ഭൗതിക ദേഹം, ആ കടുവയുടെ ഭൗതിക ദേഹം ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു പ്രാവീണ്യം എന്ന് പറയുന്നത് ആ മാനിനെ അടിച്ച് വെട്ടിക്കൊന്ന് അതിനെ കഴിക്കുക എന്നാണ്. അതുപോലെ ആ ഒരു സ്വാതന്ത്ര്യം, ഒരു മൈന്യൂട്ടായ ഫ്രീ വിൽ എല്ലാവരുടെ ഇതിനും കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ട്. നമ്മളുടെ മേളിലുള്ള ആ സ്നേഹത്തിലാണ് ആ ഫ്രീ വിൽ കൊടുത്തിരിക്കുന്നത്. അതേ ഫ്രീ വില്ലാണ് ഈ സയന്റിസ്റ്റിനും ഉള്ളത്. അവർക്കും എല്ലാവർക്കും ബുദ്ധിയുണ്ട്, സയന്റിസ്റ്റിനും ബുദ്ധിയുണ്ട്. ആ ഭൗതിക ബുദ്ധി എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് ഈ സയന്റിസ്റ്റാണ്, ഫിലോസഫേഴ്സും സയന്റിസ്റ്റുമാണ്. പക്ഷെ അത് തികച്ചും ഭൗതികമാണ്. കാരണം അത് എതിൻ്റെ കീഴിലാണ്? അത് മിഥ്യാഹങ്കാരത്തിൻ്റെ കീഴിലാണ്. മിഥ്യാഹങ്കാരം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ എന്ത് വരുന്നത്? നേരത്തെ പറഞ്ഞ ആ ഭ്രമമാണ് വരുന്നത്. നമ്മൾ ഈ ആത്മാവല്ല, നമ്മൾ ഈ ശരീരമാണ്, ഈ ബുദ്ധിയാണ്, ഈ മനസ്സാണ് എന്നുള്ള ഒരു ചിന്ത അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ വിൽ, എല്ലാവർക്കും ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഭുവിന് വേണമെങ്കിൽ എനിക്ക് വന്ന് കരണക്കുട്ടിക്ക് വരണം കൊടുക്കാം, അത് പ്രഭുവിടെ ഫ്രീ വില്ലാണ്. എനിക്കത് വാങ്ങിച്ചിട്ട് എനിക്കത് വേദനയോടെ സഹിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേറെ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രഭുവിന് ഒരു അടിയും കൂടെ കൊടുക്കാം അല്ലേ? അത് എൻ്റെ ഫ്രീ വില്ലാണ്. നമ്മളിങ്ങനെ വരിയായിട്ട് എറുമ്പ് പോകുന്ന കണ്ടിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വിരൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ എറുമ്പ് ഇങ്ങനെ വന്നിങ്ങനെ ചുറ്റിപ്പോവും, വിരലിനെ ചുറ്റിപ്പോവും, അല്ലെങ്കിൽ വിരലിനെ മോടിക്കൂടെ കയറി പോകും. കാരണം ആ എറുമ്പിന് അവിടെ ഒരു ഫ്രീ വില്ലുണ്ട്. ഞാൻ ആ ഫ്രീ വില്ല് ഞാനൊരു ബാധ കൊണ്ടുവരാൻ നോക്കുകയാണ്, പക്ഷേ ആ ബാധയും കടന്ന് ആ എറുമ്പ് അങ്ങനെ ചുറ്റിപ്പോകുന്നുണ്ട്. അതിനൊരു കോൺഷ്യസ്നെസ് ഉണ്ട്.
ആ കോൺഷ്യസ്നെസ് ഉള്ള ഒരു സാധനത്തിന് അവിടെ എന്തുണ്ട്? ആത്മാവുണ്ട്. അപ്പൊ എല്ലാ ആത്മാവിനും അതിൻ്റെതായ ഫ്രീ വിൽ ഉണ്ട്. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്വാതന്ത്ര്യ ശക്തി. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ആരും ഇവിടെ തടയാൻ പോകുന്നില്ല. എനിക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ ആരെങ്കിലും തടയോ? എനിക്ക് അതെന്റെ സ്വാതന്ത്ര്യമാണ്, അല്ലേ? ബാത്റൂമിൽ പോകണമെന്ന് ആരെങ്കിലും എന്നെ പിടിച്ചു നിർത്താൻ പറ്റും? ഇല്ല. അതുപോലെയാണ് ഈ നമ്മൾ വിചാരിക്കുന്നത് എന്താണോ അതിനെ നടത്തി കൊടുക്കാൻ, അതിനെ സാങ്ഷൻ ചെയ്യാനാണ് പരമാത്മാവുള്ളത്. അതുപോലെയാണ് ഈ ശാസ്ത്രജ്ഞന്മാരുടെ ഹൃദയത്തിലുള്ള പരമാത്മാവ്. അവരത്രയും ഡിസയർ, അവർക്ക് അത്രയും ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യമാകണം, ഈ ലോകത്തിലെ നോബൽ ലോറേറ്റ് ആകണം, ഞാൻ വലിയ സയന്റിസ്റ്റ് ആവണം, ഞാൻ ഫിലോസഫർ ആകണം, അല്ലേ? നമ്മളെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കും. എന്ത് പറയും? നീ നാളെ വലിയ സയന്റിസ്റ്റ് ആവണം, നീ നാളെ വലിയ ആസ്ട്രോനോട്ട് ആകണം, നീ നാളെ ഇസ്രോയുടെ ചെയർമാൻ ആയി തീരണം. ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ ആഗ്രഹം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നത്. അത് അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ആ വിത്ത് ഇങ്ങനെ വിടന്ന് മരം പോലെ വരും. അതാണ് ഈ കാണുന്ന നമ്മളുടെ ഇന്നത്തെ ഇസ്രോയുടെ വിദഗ്ധന്മാരും ഈ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ. അവരുടെ ചെറുപ്പകാലത്ത് അവരുടെ സാഹചര്യം അവർക്ക് അങ്ങനെ ആരും ഉണ്ടാക്കി തന്നു. അത് കാരണം അത്രയും തീവ്രമായ ഒരു ആശ അവരുടെ മനസ്സിലുണ്ടായി, ഞാൻ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാവണം. അപ്പൊ ആ ബുദ്ധി എന്ന് പറയുന്ന ഭൗതികമായ ബുദ്ധിനെ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും, അതിനെ റിഫൈൻമെന്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ സാധാരണ ആൾക്കാർ അതിനൊന്നും കാണാറില്ല. അതിനൊക്കെ നമ്മൾ വിട്ടാണ് പോകും. ആവശ്യത്തിന് മാത്രം ഇവിടെ നിന്ന് നടന്നു പോകണോ അതിനുള്ള ബുദ്ധി, കഴിക്കണോ അതിന്റെ ബുദ്ധി, ആ ടേസ്റ്റ് രുചിക്കണോ അതിന്റെ ബുദ്ധി, അത്രേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇവരൊക്കെ ആ സൂക്ഷ്മതയിൽ കയറിപ്പോവുകയാണ്. ആ മനസ്സും ബുദ്ധിക്കകത്തൊക്കെ കയറിപ്പോയി അതിന്റെ ആ മാക്സിമം യൂട്ടിലൈസ് ചെയ്തെടുക്കുകയാണ്. പക്ഷെ അത് എപ്പോഴും ഭൗതികതയുടെ കീഴിലാണുള്ളത്. എന്തുകൊണ്ട് അവർ അത്രയും ദൂരത്തിൽ അത്രയും സൂക്ഷ്മതയിൽ പോയി? കാരണം അവർക്ക് മനസ്സിൽ ആ ആഗ്രഹം സൃഷ്ടിക്കപ്പെട്ടു. ആ ആത്മാവിന്റെ മിഥ്യാഹങ്കാരത്തിൽ ആ ഒരു ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് ബ്രഹ്മദേവനായത്? എന്തുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചു? കാരണം അദ്ദേഹത്തിന് സൃഷ്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, തീവ്രമായ ആഗ്രഹം. അതിനെ അദ്ദേഹം ഡിസർവ് ചെയ്യുമ്പോൾ ആ ഒരു ബ്രഹ്മപദവി കിട്ടും. ഒരു അസുരൻ, ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരൻ ഈ പ്രപഞ്ചത്തിന് തന്നെ ഒരു ടെററിസ്റ്റ് ആയിട്ട് മാറി. നമ്മൾ ഇന്ന് രാജ്യത്തിന്റെ ടെററിസ്റ്റ് ആണ് കണ്ടിരിക്കുന്നത്. പണ്ട് പ്രപഞ്ചത്തിന്റെ ടെററിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ഹിരണ്യകശിപുവും ഒക്കെ. അവരെങ്ങനെ ആ തീവ്രമായ ലെവലിൽ എങ്ങനെയാണ് പോയി മാറിയത്? കാരണം അവരുടെ മനസ്സിലുള്ള ആ തീര ആഗ്രഹം, ഭൗതികതയെ പിടിച്ചടക്കണം. ഞാനാണ് ഈ ഭൗതികത്തിന്റെ രാജാവ് എന്ന് പറയുന്ന ആ ഒരു ഭാവന, ഒരു അവബോധം അവരുടെ ബുദ്ധിയിൽ കയറിയിരിക്കുകയാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. അതാണ് ഈ ഹിരണ്യകശിപു എന്ന് പറയുന്ന വ്യക്തി 60,000 വർഷം വിരലിന്റെ തുമ്പത്തിരുന്ന് ഒന്നും കഴിക്കാതെ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മദേവയിൽ നിന്നും വരം പ്രാപിക്കുന്നത്. കാരണം ഈ തീര ആഗ്രഹമാണ്. അതേ തന്നെയാണ് ഹിരണ്യകശിപുവിന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹം, അതേ ആഗ്രഹം തന്നെയാണ് ഈ വൈജ്ഞാനികന്മാരുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം. അവർക്ക് ഈ ഭൗതികതയെ പിടിച്ച് അടക്കണം, അവർക്ക് ഈശ്വരനെ ഇല്ലാതാക്കണം. ഈശ്വരൻ ഇല്ല, കോൺഷ്യസ്നസ് ഇല്ല, ആത്മാവ് ഇല്ല, ഇതൊന്നുമില്ല. എന്താണുള്ളത്? ആകെ കൂടെ ഉള്ളത് പ്രകൃതിയും പ്രകൃതിയുടെ നിയമങ്ങളും, നേച്ചർ ആൻഡ് ലോസ് ഓഫ് നേച്ചർ. ഇത്രയേ ഉള്ളൂ അവരുടെ മനസ്സിൽ. ഇവരാണ് ഭൗതികവാദികൾ എന്ന് പറയുന്നത്. ഇതിനെയും കാട്ടി അടുത്ത ലെവലാണ് ഈ മായാവാദികൾ, അതിനെയും കാട്ടി അടുത്ത ലെവലാണ് ബ്രഹ്മവാദികൾ, അതിനെയും കാട്ടി അടുത്ത ലെവലാണ് ഭക്തന്മാർ എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ.